ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ 30ഓളം പേര് കേറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്നാ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ് മാം. ഓക്കെ, അപ്പോ ഞാൻ ഡോക്ടർ രാധാകൃഷ്ണനെ വെൽക്കം ചെയ്യാണ്. എനിക്ക് ഈ സിറ്റുവേഷൻ കുറച്ച് ഓക്വേർഡ് ആണ്. ഈ ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് എന്റെ അച്ഛനാണ്. അപ്പോ അച്ഛനെ പറ്റി ഞാൻ സെഷൻ എടുക്കുമ്പോ പറയാറുണ്ട്, അച്ഛൻ ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്. ആളിപ്പോ ആളുടെ 10ാമത്തെ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MA CSR ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഡോക്ടർ രാധാകൃഷ്ണൻ, അതായത് എന്റെ അച്ഛൻ, ആലപ്പുഴ സെൻട്രൽ ഗവൺമെന്റിന്റെ കോയർ ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് റിട്ടയർഡ് ചെയ്തു. ഇപ്പൊ പൈതൃക് എന്ന് പറയുന്ന ഒരു യോഗ സെന്ററിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ ആള് ക്ലാസ്സസ് ഒക്കെ ലീഡ് ചെയ്യാറുണ്ട്. പിന്നെ അച്ഛൻ MSc സൈക്കോളജി, MSc യോഗ, PhD, MA സോഷ്യോളജി, MA പൊളിറ്റിക്സ്, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇപ്പൊ MA CSR. അങ്ങനെ ഇപ്പൊ 10ാമത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ സെഷനിലേക്ക് ഞാൻ അച്ഛനെ, നമ്മുടെ അഫാസ് വെൽനസ്, നമ്മുടെ സൈക്കോസ്റ്റയിലേക്ക് ഞാൻ അച്ഛനെ വെൽക്കം ചെയ്യുകയാണ്. അച്ഛനെ എല്ലാവർക്കും കാണുന്നുണ്ട്, ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഒരു ജനറൽ ഇൻഫോർമേഷൻ ആയിട്ട് നമ്മുടെ സബ്ജക്ട് പറഞ്ഞിരിക്കുന്നത് യോഗ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കൂടെ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റുകൾ അനുസരിച്ച് എന്തെങ്കിലും ക്ലാസ് അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ടോപ്പിക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെഷനിൽ അവസാനം ഒരു ഡിസ്കഷൻ സെഷൻ ആയിട്ട് വെക്കാം കേട്ടോ. എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ് മാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടോ? Am I audible? യെസ് സർ. സന്തോഷമുണ്ട്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എൻ്റെ മകൾക്ക് അവസരം കിട്ടിയല്ലോ, അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ജീവിതത്തിൽ. സൈക്കോളജി വിഷയത്തിൽ മനസ്സുമായിട്ടാണല്ലോ നമ്മളുടെ ബന്ധം. അപ്പൊ മനസ്സ് എന്ന് പറയുന്ന സമയത്ത് അതിൽ എമോഷൻസ് ഉണ്ട്, ബന്ധുക്കൾ ഉണ്ടാവും, അതുപോലെ ശത്രുക്കൾ ഉണ്ടാകും, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാകും, നമ്മളെ വിമർശിക്കുന്നവരുണ്ടായേക്കാം. അങ്ങനെ അനവധി തരത്തിലുള്ള ഇന്ററാക്ഷന്റെ ഭാഗമാണ് നമ്മുടെ ജീവിതത്തിലെ ആകത്തുക എന്ന് പറയുന്നത്. അപ്പൊ നാം പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാം നടന്നോളണമെന്നില്ല, അപ്രതീക്ഷിതമായിട്ടൊക്കെ ചിലത് സംഭവിക്കാം. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുമായിട്ട് നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്നോട് പറഞ്ഞു യോഗയും സൈക്കോളജിയും എടുക്കാന്നാണ്. ശരിക്കും പറഞ്ഞാല് ഇപ്പൊ സൈക്കോളജിയുടെ ഇപ്പൊ ഞാൻ പറയാം, ഒരു പുസ്തകം ഞാൻ കാണിച്ചത്. ഇത് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും നല്ല ക്ലാസിക് ഇതിലെ ചെയ്യുന്ന ഭഗവത്ഗീതയുടെ ശങ്കര ഭാഷ്യമാണ്. ഇത് തന്നെ ഒരു 7 വോളിയം വേറെ ഉണ്ട്. അപ്പൊ ഇന്ത്യൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനു മുന്നിൽ ഉപനിഷത്തുകളും വേദങ്ങളിലേക്കൊക്കെ പോണ്ടിട്ട് വരും. കാരണം അവിടെ പ്രാർത്ഥനയുണ്ട്, അതുപോലെ മറ്റു ധാരാളം സാമൂഹിക ബന്ധങ്ങളുണ്ട്, മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ സൈക്കോളജി എവിടുന്ന് തുടങ്ങും? നമ്മൾ കേട്ടിരിക്കുന്ന സൈക്കോളജി ആണെങ്കിൽ 1856 ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന മോഡേൺ സൈക്കോളജിയുടെ സെഗ്മന്റ് ഫ്രോയിഡിന്റെ ഒക്കെ ഒരു ജനനത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അപ്പൊ ഏതാണ്ട് 19ാം നൂറ്റാണ്ടിന്റെ അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ടിന്റെ ഒക്കെ അവസാന കാലം വരെ പല രാജ്യങ്ങളിലും ഈ മനസ്സ്, മനരോഗങ്ങൾ, ചികിത്സ എന്നൊക്കെ പറയുന്നത് ദൈവം തമ്പുരാൻ അദ്ദേഹം ശപിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടായെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി മായാജാലക്കാരെയും മന്ത്രവാദികളെയും ആക്രമിക്കുന്നവരെയും അടി കൊടുത്താൽ അത് മാറുമെന്ന് പറഞ്ഞിട്ട് ക്രൂരമായ മർദ്ദനത്തിലൂടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമ്മൾ മറന്നു പോകരുത്. സൈക്കോളജി സ്റ്റുഡൻസ് ആണ് എല്ലാവരും, ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ധാരണകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്താധാര കുറേ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ അതിനൊരു ചിട്ടപ്പെടുത്തിയ രൂപത്തിലേക്ക് ഫ്രോയിഡ് കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പക്ഷെ അതിനു മുമ്പ് ഇപ്പോൾ ഗുരു നിത്യ ചൈതന്യ യതി നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ സൈക്കോളജിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ അവഗാഹമായിട്ട് പഠിച്ചിട്ടുള്ള ആ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പൂർവകാല വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലല്ലോ. പക്ഷെ എന്നാലും താത്വികമായിട്ട് അതിനെ സമീപിച്ച ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഈ ഗുരു നിത്യ ചൈതന്യ യതിയുടെ പേര് നമുക്ക് മറക്കാൻ പറ്റില്ല. അതുപോലെ അനവധി പേർ.
അതെല്ലാം ആത്മീയമായ ഒരു ഭാഗത്തിൻ്റെതാണ്. കാരണം വേദാന്തവും ഉപനിഷത്തുക്കളും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും തത്വശാസ്ത്രങ്ങളിലും അതുപോലെ ബുദ്ധനടക്കം വരുന്ന, ജൈനനടക്കം വരുന്ന, സിഖുകാരടക്കം വരുന്ന പല തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതിന് യൂണിവേഴ്സിറ്റി ചട്ടക്കൂട് അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു വെസ്റ്റേൺ സൈക്കോളജിയുടെയും ഭാഗം എടുത്തുകൊണ്ട് പഠനം ആരംഭിച്ചെങ്കിലും കൂടി ഈ പാരാസൈക്കോളജി എന്ന് പറഞ്ഞൊരു വിശേഷമുള്ള ഒരു കാര്യമുണ്ട്. അതിലാണ് ഈ ശപിക്കുക, അതുപോലെ നമ്മൾ എന്താ പറയാ കണ്ണ് പറ്റുക, നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് വേറൊരാൾ ആർത്തിയോടുകൂടി നോക്കിയിരുന്നാൽ വയറ് കമ്പിക്കുന്ന സമയത്ത് കൊതി പറ്റുക, ഇങ്ങനെ എത്ര നാടൻ ശൈലികളിൽ നമുക്ക് ഈ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യാൻ പറ്റുന്ന ധാരാളം സംഭവങ്ങളും ഉദാഹരണങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ സ്വപ്നാടനം, രാത്രി എഴുന്നേറ്റ് നടക്കുക. അതുവരെ പുറത്തേക്ക് ഇറങ്ങാൻ ഭയമുള്ള ആൾക്ക് പോലും രാത്രി ഇറങ്ങി ഒറ്റയ്ക്ക് നടക്കാൻ ഒരു ഭയവുമില്ലാത്ത ഒരവസ്ഥയിൽ സ്വപ്നാടനം പോലെയുള്ള സംഭവം, ഇങ്ങനെ അനവധി ഉണ്ട്. അപ്പൊ അത് ഈ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഇതിനെയൊക്കെ എവിടെയാണ് വക്കും മൂലയും ചേർക്കാന്നൊന്നും സത്യത്തിൽ എനിക്ക് അറിയില്ല. കാരണം അത്രയും വിശാലമായിട്ടുള്ള വലിയൊരു പരാവാരം പോലെ കിടക്കുന്നതിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ 100 വർഷങ്ങളായിട്ടുള്ളതിന്റെ പഠനങ്ങളും അതിന്റെ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും എല്ലാം കൂടി നോക്കുമ്പോൾ ഏതാണ്ട് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ തന്നെ അടിക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും മനസ്സെന്താണ് എന്ന് വിവേചിച്ചറിയാനും നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒരു എന്താ പറയാ, നമ്മൾ അവസാനത്തെ വാക്ക് ഇല്ല. കാരണം ഇനിയും ഡെഫിനിഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. സൈക്കോളജി ഇസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ് എന്ന് ഏറ്റവും ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് പറയാം. പക്ഷെ അതിന്റെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഗവേഷണങ്ങളിലൂടെ ആയിരക്കണക്കിന് മനസ്സിന്റെ വിശകലനം ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ള ആൾക്കാർ സൈക്കോ അനലൈറ്റിക്കൽ ചെയ്തെങ്കിലും അതിനെ തുടർന്ന് വന്നിട്ടുള്ള പഠനശാഖകൾ, ഇപ്പോൾ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ, ഇപ്പൊ നമ്മള് മിക്കവാറും ആൾക്കാർക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ DSR-3 അതുപോലെ പുതിയ ഐറ്റംസ് നിരന്തരം ലക്ഷണങ്ങളുമായിട്ട് അതിനെ എന്താ പറയുക കൊറിലേറ്റ് ചെയ്തുകൊണ്ട് നൂതനമായ കാര്യങ്ങൾ, അതുപോലെ പണ്ട് ആന മയങ്ങുന്ന വിധത്തിലുള്ള മരുന്ന് ആണ് നമുക്ക് മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാർക്ക് കൊടുത്തിരുന്നത്. പക്ഷെ ഇന്ന് അതൊക്കെ പോയിട്ട് തലച്ചോറിന്റെ ഹൈപ്പോതലാമസിലും തലാമസിലും ഹിപ്പോകാമ്പസിലും ഫ്രണ്ടൽ കോർട്ടക്സിലും അതുപോലെ ഡോപാമൈൻ ചിന്തിക്കാനും സെറോട്ടോണിൻ ഉണ്ടാക്കാനും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ബൂസ്റ്റ് ചെയ്യിക്കാനും അഡ്രിനൽ ഗ്രന്ഥിയെ തൽക്കാലം ശമിപ്പിച്ച് നിർത്താൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള അനേകം തരത്തിലുള്ള ഡ്രഗ്സ് ഉണ്ട്. സത്യത്തിൽ ഇപ്പൊ നമ്മളെല്ലാവരും കൂടി കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരു മയക്കുമരുന്നിന്റെ ഒരു പേര് രാസമയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞ് പ്രശസ്തമായിട്ടുള്ളതും വളരെ സമൂഹത്തിന് അപകടകരമായ രീതിയിൽ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ഇന്ന് ഉപയോഗിച്ച് ഏറ്റവും ആപത്തിലേക്ക് പോവുകയും ചെയ്യുന്ന MDMA പോലെയുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ രാസസംയുക്തങ്ങൾ തലച്ചോറിൽ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു ഡോസ് ഡോപാമൈൻ ഉണ്ടാക്കുകയും അത് ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തിന്റെ കെമിക്കൽ എന്നറിയപ്പെടുന്ന രീതിയിലാണ്. ഹാപ്പിനെസ് ഉണ്ടാക്കും, പക്ഷെ കുറച്ച് നേരത്തേക്ക് അത് ഉണ്ടാക്കുള്ളൂ. തുടർച്ചയായിട്ടുള്ള ഒരു 2 or 4 പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് അതിന്റെ ഇപ്പൊ പുതിയ ശാസ്ത്രം വീണ്ടും അതിനെ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തലച്ചോറുള്ള നാഡീവ്യൂഹങ്ങളിലെ ഏതാണ്ട് 100 ലക്ഷത്തോളം വരുന്ന ന്യൂറോൺസിനെ നശിപ്പിക്കാനും ഓർമ്മകൾ ഇല്ലാതാക്കാനും ഇന്ന് നമ്മളുടെ എമോഷൻ, അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ, അയൽവക്കക്കാര് അല്ലെങ്കിൽ മാന്യമായി പെരുമാറേണ്ടതായിട്ടുള്ള നമ്മുടെ ചട്ടക്കൂടുകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഒരു ഡിസിപ്ലിൻഡ് വേ ആണ്. നമ്മൾ ഇഷ്ടമുണ്ടായിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ചിലതൊക്കെ അനുസരിക്കേണ്ട ഒരു സാമൂഹിക ബന്ധ കാര്യങ്ങളുണ്ട്. സോഷ്യൽ സൈക്കോളജിയിൽ അത് വളരെ പ്രധാനമുണ്ട്. അപ്പൊ നമ്മളൊരു പബ്ലിക് റെയിൽവേയിൽ യാത്ര ചെയ്യുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, പബ്ലിക് സ്ഥലത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ബസ് കാത്തു നിൽക്കുന്ന ഒരു സ്ഥലത്ത്, ഇതൊന്നും നമ്മൾ വീട്ടിൽ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ. അതുപോലെ നമ്മുടെ വേഷഭൂഷാദികൾ, മറ്റൊരാൾ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോസ്മെറ്റിക്സുകൾ, ഇതൊക്കെ ഇതിന്റെ യഥാർത്ഥത്തിൽ വിശകലനം ചെയ്തെല്ലാം മാനസികമായി നമ്മളെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള സമൂഹം അംഗീകരിച്ച കുറെ പദ്ധതികളുടെ ഭാഗമായിട്ടാണ്. എനിക്കിതൊന്നും ബാധകമല്ല, ഞാൻ സർവ്വ സ്വതന്ത്രനാണെന്ന് ചിന്തിക്കുന്ന സ്വാതന്ത്ര്യവാദികൾക്ക്
സ്വതന്ത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് വസ്ത്രമെല്ലാം ഊരിക്കളഞ്ഞ് നടന്നാല് ഇന്ന് സമൂഹം അത് അംഗീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ജനിച്ചു വന്നത് എങ്ങനെയായിരുന്നു? വസ്ത്രങ്ങളില്ലാണ്ടാണ്. പക്ഷെ കാട്ടിലെ ജീവികളൊക്കെ എങ്ങനെയാണ് ജനിക്കുന്നത്? പിന്നെ ആരെങ്കിലും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇട്ട് കൊടുത്തിട്ടാണോ കാനന ജീവികൾ അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ് ജീവിക്കുന്നത്? അങ്ങനെയല്ല. പക്ഷെ അവരുടെ സാമൂഹിക വ്യവസ്ഥയും സാമൂഹിക ഉന്നമനവും മാനസിക തലത്തിൽ സംസ്കാരവുമായിട്ട് അതിന്റെ കൂടിച്ചേരലുകളൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ഇതിന്റെ സങ്കീർണതകൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇനി അമേരിക്കക്കാരന്റെ പെരുമാറ്റമോ കോങ്കോ നിവാസിയുടെ പെരുമാറ്റമോ അതുപോലെ ടാങ്കനിക്ക തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള അതുപോലെ ജർവ കാടുകൾ, നമ്മൾ ആൻഡമാൻ നിക്കോബാറിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് മനുഷ്യനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഏറ്റവും ആദിമമായിട്ട് ജീവിക്കുന്ന ഏറ്റവും പ്രിമിറ്റീവ് സിസ്റ്റത്തിലുള്ള ആൾക്കാർ ജർവ കാടുകളിൽ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ അതുപോലെയാണോ ജീവിക്കുന്നത്? അല്ല. അപ്പൊ ഇങ്ങനെ ഓരോന്നും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം സാമൂഹികമായിട്ട്, അപ്പൊ ആ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവന്റെ മനസ്സ്, ശരീരം, മനസ്സ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വികാര കാര്യങ്ങൾ, ബുദ്ധിപരമായ വിശകലനങ്ങൾ, സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായ, അതിന് കുറച്ചുകൂടെ ഉന്നതമായിട്ട് തന്നെ ചിന്തിക്കുമ്പോൾ ആ സോഷ്യൽ കോഷ്യന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ സ്പിരിച്വൽ കോഷ്യന്റ് എന്നും കൂടി വേറൊരു വ്യാഖ്യാനമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ഭംഗിയായിട്ട്, ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ആയിത്തീരണം, എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ വ്യക്തിത്വം ഒക്കെ ഇങ്ങനെ ആയിരിക്കണമെന്ന് നിശ്ചയിക്കപ്പെടുന്നതിൽ ആത്മീയമായ കുറെ ചടങ്ങുകളുടെയോ റിച്വൽസിന്റെയോ ആചാര പദ്ധതികളുടെയോ പ്രാർത്ഥനാ വിധേയമായിട്ട് നമ്മുടെ ജീവിത രീതികളുണ്ട്. ഓരോരുത്തർ ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. അവരുടെ വിശ്വാസ പ്രമാണങ്ങളും വ്യത്യസ്തമായിരിക്കും. പക്ഷെ പൊതുവായൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മളെല്ലാവരും കൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാവുക. ഇതെല്ലാം ഈ പഠനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ ഇമ്പോർട്ടൻസ് ഓഫ് സൈക്കോളജി എന്നുള്ളതിലേക്ക് വരുന്നത്. അപ്പൊ എത്രയോ വിശാലമായ ഒരു സമുദ്രത്തിന്റെ തീരത്ത് കോടാനുകോടി വരുന്ന മണൽത്തരിയിലെ ഒരു മണൽത്തരിയുടെ ഒരു ഭാഗമാണ് ഞാനെന്ന് ചിന്തിക്കുമ്പോഴാണ് സൈക്കോളജി എന്ന് പറഞ്ഞ അതിവിശാലമായിട്ടുള്ളൊരു ആ ഒരു വിഷയവും നാം ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഇഗ്നോ, അല്ലെങ്കിൽ പല വിഷയങ്ങളിൽ ഇഗ്നോക്കാരും അതുപോലെ മറ്റെല്ലാ യൂണിവേഴ്സിറ്റിയിലും കണ്ടേക്കാം. അപ്പൊ നമ്മൾ ധരിക്കേണ്ട ഒരു കാര്യം, പരാവാരത്തിന്റെ അല്ലെങ്കിൽ ഒരു സമുദ്ര തീരത്തുള്ള കോടാനുകോടി മണൽത്തരി എന്ന വിജ്ഞാന ശാഖയിലെ ഒരു കൊച്ചു മണൽത്തരിയാണ് ഞാനെന്ന ബോധത്തോടു കൂടിയിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. അല്ലാതെ 10 PG എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനി നിങ്ങൾക്ക് സാധിക്കും. വേണമെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടലിലോ ഒക്കെ ഇനിയും എടുക്കാനായിട്ട് പല ആൾക്കാരും ജോലി ഉണ്ടാവും. ആ ജോലിയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ജീവസന്ധാരണം, സർവൈവൽ റെഡിയാക്കേണ്ടി വരും. പക്ഷെ ആഗ്രഹമുണ്ട്, കുറേ കാര്യങ്ങൾ അറിയണം, സർട്ടിഫിക്കറ്റുകൾ നേടണം. അതിന് മാന്യതയുണ്ട് നമ്മുടെ സമാജത്തിൽ. കാരണം എല്ലാം അറിയുന്ന ആൾക്കാരുടെ മുന്നിലും എല്ലാം അറിഞ്ഞാലും ഒരുപക്ഷെ ഒരു സർട്ടിഫിക്കറ്റാണ്, സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, സർട്ടിഫൈഡ്, ആ പ്രത്യേകമായ പ്രമാണപത്രം നമുക്ക് ലഭിക്കുകയാണ്, ഇയാൾ ഇന്നതൊക്കെയാണ് എന്നൊരു ധാരണ, അത്രയേ ഉള്ളൂ. മറ്റൊരാളിൽ നിന്ന് വേറൊരു ധാരണയ്ക്കൊരു അപ്ലിഫ്റ്റ്മെന്റ് എന്നുള്ള ഒരു രീതിയിൽ ഒരു സ്റ്റാറ്റസ് സമാജം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് കരുതി നമ്മളിതെല്ലാം വിട്ടെറിഞ്ഞ് തോന്നിയ പോലെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അയാൾ അക്ഷരാഭ്യാസമൊക്കെ അവനുണ്ട്, സാക്ഷരനാണ്, പക്ഷെ രാക്ഷസന്റെ സ്വഭാവമാണ്, നേരെ തിരിച്ചിട്ട ആൾക്കാർ രൂപം. അപ്പോ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പ്രേരണമാക്കുന്നു. അപ്പോൾ അറിയാനുള്ള നമ്മളുടെ അഭിവാഞ്ഛയെ മനസ്സുമായി കൂട്ടി യോജിപ്പിക്കുന്ന രീതിയിലുള്ള സംഗതി ആണ് ഇപ്പൊ നമ്മൾ പഠന വിഷയമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യോഗയും സൈക്കോളജിയും ഒക്കെ വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ശരിക്കും പറഞ്ഞാല് യോഗയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ലൈവ് ചെയ്യുമ്പോൾ വീണ്ടും എടുത്തിരുന്നു ഇങ്ങോട്ടോ. ഇപ്പൊ സോ യോഗിക് കോൺട്രിബ്യൂഷൻസ് ടു ഇന്ത്യൻ സൈക്കോളജി എന്ന് പറഞ്ഞ എൻ്റെ ഒരു വേറെ ക്ലാസ്സിന്റെ ആയിരുന്നു. യോഗ ആസ് എ ഡിസിപ്ലിൻഡ് വേ ഓഫ് ലൈഫ്. ഇപ്പോൾ ലോകത്ത് ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ജൂൺ 21 ആയിക്കഴിഞ്ഞാൽ ലോകത്തെമ്പാടും 2015 അത് ആരംഭിച്ചത്, ജൂൺ 22. 2015 മുതൽ ഇപ്പൊ ഇങ്ങോട്ട് ലോകത്തെ എല്ലാ ഭാഗത്തും, കാരണം ഐക്യരാഷ്ട്രസഭ അടക്കം
അംഗീകരിച്ചു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമാണ്. അപ്പൊ ലോകത്തിലെ ഏതാണ്ട് ആദ്യം 1-2 രാജ്യങ്ങൾ അതിനു വേണ്ടി അധികം സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പിന്നെ അവര് തന്നെ അവരുടേതായ എന്താ പറയാ രാജ്യത്തിന്റെ തന്നെ യോഗ ദിനം പ്രഖ്യാപിക്കുകയും പിന്നീട് എല്ലാവരും ഇപ്പോൾ മറ്റ് എതിർപ്പുകളൊന്നുമില്ലാതെ യോജിപ്പിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ അത് എന്താ പറയാ അംഗീകരിക്കുകയും ചെയ്തിട്ട് ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ എല്ലാവരുടെ ധാരണ പണ്ട് മുതലേ ഒരു അബദ്ധ ധാരണ, ഇത് ഏതോ ആശ്രമ നിവാസികളുടെ, ഇത് ഏതോ ഒരു പ്രത്യേക മതത്തിന്റെ, ഇത് ഏതോ പ്രത്യേക സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരുടെ എന്നൊരു ധാരണ പരത്താനായിട്ടായിരുന്നു അവസരം ഉണ്ടായിരുന്നത്. പക്ഷെ ഇത് നമുക്ക് ഏവർക്കും ചെയ്യാൻ സാധിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ശരീരം, മനസ്സ്, വികാരം, ബുദ്ധിപരം, സാമൂഹികം, ഈ ഒരു തലത്തിലേക്ക് ഈ നമ്മുടെ സൈക്കോളജിയുടെ അതേ ഇതിനെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് കൈ ഉയർത്തണമോ, ശ്വാസം പിടിക്കണമോ, ഞെളിയണോ, തിരിയണോ എന്നുള്ളതൊന്നും പ്രസക്തിയില്ല. പക്ഷേ നല്ല ഉറച്ച ശരീരത്തിലായിരിക്കും ഏറ്റവും നല്ല ഉറച്ച മനസ്സുണ്ടാവുക എന്ന വചനങ്ങൾ നമ്മൾ മറന്നു പോകുക. നമുക്കെല്ലാം ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കാൻ ആവശ്യമായ ഒരു ഉപകരണമാണ് ശരീരം. അപ്പൊ ആ ശരീരം എല്ലാ അർത്ഥത്തിലും അരോഗ ദൃഢഗാത്രൻ എന്നൊരു വാക്ക് നമ്മൾ സാധാരണഗതിയിൽ കേട്ടിട്ടുണ്ടാവും. അപ്പോ രോഗമില്ലാത്ത അവസ്ഥ അല്ല ആരോഗ്യം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെൽത്തിനെ കുറിച്ചുള്ള സങ്കല്പം തന്നെ വ്യത്യസ്തമാണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിർവചനം നമ്മളൊന്ന് വ്യാഖ്യാനിച്ചാൽ അതിൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. ശരീരം രോഗമില്ലാത്ത ശരീരമല്ല. ആരോഗ്യം എന്ന് പറയുന്നത് പനിയില്ലാത്തത് കൊണ്ട് ആരോഗ്യം ഉണ്ടായി എന്നുള്ളതല്ല. പനി വരാതിരിക്കാനുള്ള ഇമ്മ്യൂണൈസ് ചെയ്യുന്ന ശരീരമായിരിക്കും, അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ വരാതിരിക്കാനുള്ള ഇമ്മ്യൂണൈസ് ചെയ്തിട്ടുള്ള ശരീരമാണ്. രോഗപ്രതിരോധ ശക്തിയോട് കൂടിയിട്ടുള്ള ശരീരം, ബലവത്തായ ശരീരം, കർമ്മങ്ങൾ ഏത് തരത്തിലുള്ള വർക്ക് ചെയ്യാനും, ഹാർഡ് വർക്ക് ആയാലും മറ്റേത് തരത്തിലുള്ള വർക്ക് ചെയ്യാനും ഫിറ്റ് ആകുന്ന രീതിയിലുള്ള ശരീരം. ഇപ്പോൾ ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ കേവലം മാംസപേശികളുടെ ശരീരസന്ധി ബന്ധുക്കളുടെ മാത്രം ആരോഗ്യമല്ല. അതിനെന്ത് വേണം? അവിടെ മാനസികമായ ഒരു സ്വാസ്ഥ്യം ഉണ്ടാകും. അസ്വസ്ഥമായ ഒരു മനസ്സ്, പക്ഷെ ശരീരമൊക്കെ ഗംഭീരമാണ്, നല്ല മസിലുണ്ട്, അതുകൊണ്ട് കാര്യമുണ്ടാവും. നല്ലൊരു അഭ്യാസിയാണ്, നല്ല മാർഷൽ ആർട്സ് ഒക്കെ അറിയുന്ന ആളാണ്. പക്ഷെ അയാളുടെ മാനസിക നിലവാരം തെറ്റിക്കഴിഞ്ഞു. അയാൾക്കൊരു ചെറിയ ഒരു പാറ്റ കണ്ടു കഴിഞ്ഞാൽ പേടിയൊക്കെ അലറുമായിരുന്നു. ഇപ്പൊ നെപ്പോളിയനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാ യുദ്ധങ്ങളിലും ജയിക്കുന്ന യുദ്ധോത്സുകനായിട്ടുള്ള യോദ്ധാവ്, എല്ലാവരെയും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന അത്രയും ധീരനായിരുന്ന ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഈ നെപ്പോളിയൻ കിടന്നുറങ്ങാനായിട്ട് വരുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വെളിച്ചം കടത്തി വിട്ട് പാറ്റ വരുന്നുണ്ടോന്ന് ആ ഓരോ ദ്വാരവും അടച്ച് അപ്പോഴേക്കും നേരം വെളുക്കും, പിന്നെ യുദ്ധത്തിന് പോകണം. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എത്ര ഫോബിയകൾ ഉണ്ടെന്നറിയാം. അപ്പൊ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് മാനസികമായ ആരോഗ്യവും വളരെ പ്രധാനമാണ്. അത് നോർമലായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ പ്രതിസന്ധികളെ നേരിടാനുള്ള മനസ്സിന്റെ ആത്മധൈര്യത്തെ അടക്കം വരുന്ന എത്രയോ കാര്യങ്ങളിലേക്ക് നമുക്ക് ഇന്ന് രാത്രി മുഴുവൻ പറഞ്ഞാൽ പറ്റാത്ത അത്രയും രീതിയിലുണ്ട്. പക്ഷെ ഇതിനെ ആകെത്തുകയായിട്ട് പറഞ്ഞാൽ ഇതെല്ലാം അടുക്കും ചിട്ടയുമുള്ള ഡിസിപ്ലിൻഡ് വേ ഓഫ് ലൈഫാണ് യഥാർത്ഥ മാനസികമായ ഉദ്ധരിയുള്ളത്. ഇപ്പൊ പതഞ്ജലിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പതഞ്ജലിയുടെ ഒരു മനുഷ്യരൂപം നമുക്ക് കാണാം. പാതി മനുഷ്യനും പാതി സർപ്പമായിട്ടൊക്കെയാണ് അതിന്റെ എന്താ പറയാ പുരാണങ്ങളുടെ സെറ്റലല്ല. പതഞ്ജലി യോഗ സൂത്രത്തിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം അതിപണ്ഡിതനായിരുന്നു, ആയുർവേദ വിശാരദനായിരുന്നു, വാക്കുകൾ കൊണ്ട് വ്യാകരണത്തിന് വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടാക്കിയതായിരുന്നു. ഒരുപക്ഷെ പല കാലാന്തരത്തിൽ അത് ഉണ്ടായതായിരിക്കാം. അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് സംശയിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് യോഗ കൊണ്ട് മനസ്സിന്റെ, അതുപോലെ വാചകങ്ങളുടെ, നിയമത്തിന്റെ എല്ലാ വ്യാകരണങ്ങൾക്കും വേണ്ടി പ്രത്യേകമായ ഭാഷാശാസ്ത്രം ഉണ്ടാക്കുക, അതുപോലെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ മറ്റു മാലിന്യങ്ങളെയും കളയാൻ ആവശ്യമായ ആ കർമ്മ കാര്യങ്ങളെ പഠിപ്പിച്ചു തന്ന മറ്റെല്ലാവരും വന്ദിക്കുന്നതായിട്ടുള്ള പതഞ്ജലിയെ ഞങ്ങൾ വന്ദിക്കുന്നു എന്നാണ്. ഈ പതഞ്ജലിയുടെ സൂത്ര രൂപത്തിലാണ് സംഗതി നമുക്കെല്ലാവർക്കും ഇത് നൽകിയിട്ടുള്ളത്. 195ഓളം വരുന്ന സൂത്ര രൂപത്തിലുള്ള കൊച്ചു വാചകങ്ങളോട് കൂടിയിട്ടുള്ളതാണിത്.
അതിൽ അതഹ യോഗാനുശാസനം എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം. അതിന്റെ അർത്ഥം അതിനു മുമ്പ് അദ്ദേഹം മറ്റെന്തൊക്കെയോ വിഷയങ്ങൾ പറയുകയും എന്നാൽ ഇനി മുതൽ ഇത് പറയാം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞത് അവിടെയാണ് സൈക്കോളജിയുടെ അല്ലെങ്കിൽ പുരാതനമായ നമ്മുടെ ഭാരതത്തിന്റെ സൈക്കോളജിക്കലായിട്ട് എങ്ങനെയാണ് ഒരു പ്രോസസ്സ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഈ ഫ്രോയിഡ് ഞാൻ പറഞ്ഞു ജനിച്ചത് 1856 പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് എത്രയോ സംവത്സരങ്ങൾക്ക് നമുക്ക് അറിയില്ല, ഡേറ്റ് ഒന്നും അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ അറിയപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറയാനേ പറ്റുള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്നു യോഗ ചിത്തവൃത്തി നിരോധക, മനോവൃത്തികളെ, മനസ്സിന്റെ ചിത്തം. ഇപ്പോ നമ്മളിപ്പോ ഈ കാണുന്ന മനസ്സിന്റെ ഡെഫിനേഷൻസ് പുതിയത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയും പഠനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആ മനസ്സിന്റെ വേറെ സൂപ്പർലേറ്റീവ് പദമാണ് സംസ്കൃതത്തിൽ ചിത്തം എന്ന് പറയും. അതിന് ധാരാളം വ്യവഹാരികൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ നിരോധിച്ച് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നത് എന്താണോ അതിനെയാണ് യോഗ എന്ന് പറയുന്നതായിട്ട് ഇവിടെ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. യോഗ ചിത്തവൃത്തി നിരോധക. വെൻ യു ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് യോഗ, all misconceptions, അതാണ് വൃത്തി എന്ന് പറയുന്നത്, that can exist to the mutable aspects of human beings, ചിത്ത, disappear, അത് ഇല്ലാണ്ടാവും. അപ്പോഴാണ് നേരായിട്ടുള്ള ആ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതാണ് ആദ്യത്തെ ആ സ്ഥാനം പറയുന്നത്. ഇപ്പൊ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സൈക്കോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. ഇറ്റ് എക്സ്പ്ലോർസ് ഹൗ ഹ്യൂമൻ തിങ്ക്. മനുഷ്യന്റെ കാര്യത്തിലാണ് ഇപ്പൊ നമ്മൾ എടുക്കുക. മൃഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് തലച്ചോറിന് അല്ലെങ്കിൽ ബുദ്ധിപരമായ വികാസത്തിന്, അതുപോലെ വൈകാരികമായ തലങ്ങൾക്ക്, സാമൂഹികമായ സമരസതയോടുകൂടി ജീവിക്കുന്ന ഒരു ഹാർമോണിയസ് വെൽനെസ്സിന് മൃഗങ്ങളുമായി ജീവിക്കുന്ന ആ ഒരു സംവിധാനം കുറവായതുകൊണ്ട് ഇത് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു വരുന്നു. എക്സ്പ്ലോർസ് ഹൗ ഹ്യൂമൻ തിങ്ക്, ഫീൽ ആൻഡ് ബിഹേവ് ആൻഡ് ഹൗ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദം. ഇതാണ് ഇതിന്റെ ആകത്തുക. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു വരി എടുക്കുമ്പോൾ ഈ വരിയുടെ കൂടെ നമ്മൾ ഇതും കൂടി അനക്സ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് എവിടെ നിന്ന് എടുത്തു എന്നൊക്കെ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ നോട്ടിലൊക്കെ പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം നമുക്ക് സമയമില്ലല്ലോ. അപ്പൊ ഇതിൽ രസം എന്താണെന്ന് വെച്ചാല് സൈക്ക് എന്ന ആ ഒരു ഗ്രീക്ക് പദവും ലോഗോസ് എന്ന് പറഞ്ഞാൽ പഠനവുമായി ബന്ധപ്പെടുന്നതായിട്ട് ഇതിനെ നമ്മൾ ചുരുക്ക രൂപത്തിൽ അതിന്റെ എറ്റിമോളജി എടുക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇത് എടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു സ്ലൈഡ് ഇടുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊരു പരീക്ഷയ്ക്ക് ഇരിക്കും, അത് BA ആകാം, MA ആകാം, മറ്റ് പല ഇതിലായിരിക്കും എസ്സേകളൊക്കെ വരാം. പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ഈ ഒരു കോട്ടിങ് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അത് വായിക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഒരു പഠിച്ചിട്ടും പരിശീലകന്മാരായിട്ടുള്ള പ്രൊഫസർമാരാണ്, അധ്യാപകരായിരിക്കാം, അധ്യാപികമാരായിരിക്കാം, അവരിത് ഇങ്ങനെ നിരന്തരം വായിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ച് അവര് ആ ഒരു തലത്തിൽ എത്തിയിട്ടുള്ളവരായിരിക്കും. അപ്പൊ ഒരു ആൻസർ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് കോട്ട് ചെയ്തിട്ട് എഴുതാൻ സാധിച്ചാൽ, അത് വ്യക്തമായിട്ട് എഴുതാൻ നമുക്ക് സാധിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഇഗ്നോ പോലെയുള്ള അല്ലെങ്കിൽ മറ്റേത് യൂണിവേഴ്സിറ്റി തലത്തിലായാലും ആ മാർക്കിടുന്ന വ്യക്തിയുടെ ഒരു മനഃശാസ്ത്രം ഉണ്ടല്ലോ. എല്ലാ തലത്തിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ മാർക്കിടുന്നവനും ഇടുന്ന വ്യക്തിക്ക് ഒരു മനസ്സുണ്ട്. അതിൽ ഇത് കൊള്ളാമല്ലോ, അതിൻ്റെ അർത്ഥം കോട്ട് ചെയ്തിരിക്കുന്നു, കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു, വൃത്തിയായിട്ട് എഴുതിയിരിക്കുന്നു, വലിച്ചു വാരി എഴുതി പേജ് നടക്കുന്നതിന് പകരം പോയിന്റ്സ് നല്ലപോലെ കണക്ട് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നു. ക്വസ്റ്റ്യൻ ടു ആൻസർ, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും അഭികാമ്യമായ ആ കാര്യങ്ങളൊക്കെ ഇതിൽ പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആൻസർ ഷീറ്റിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഗുണഭോക്താവിന് ആ സ്റ്റുഡൻറ് ഇത് 85-ന് മുകളിൽ കൊടുക്കാം. ഈ ഒരു ഫീലിംഗ് ആണ് ആദ്യം വരെ. അപ്പൊ വെട്ടും തിരുത്തുമില്ലാത്ത ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഓർഗനൈസ് ചെയ്യുന്ന വിധത്തിലേക്ക് ടൈമൊക്കെ മാനേജ്മെന്റ് ചെയ്ത് ഏതൊക്കെ സ്കോർ, എത്രയൊക്കെയാണ് സ്കോർ അനുസരിച്ച് മാർക്കുകൾ വളരെ വൃത്തിയായി എഴുതി വെക്കുന്ന അങ്ങനെയുള്ള ഒരു ആൻസർ ഷീറ്റിലായിരിക്കും തീർച്ചയായിട്ടും മാർക്ക് കൂടുക എന്നുള്ളത് കൊച്ചിലേ മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ സമയത്തും നമ്മളതൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. യോഗയെ സംബന്ധിച്ചിടത്തോളം വേർഡ് യുജ് എന്ന് പറഞ്ഞൊരു ധാതുവിൽ നിന്നാണ് ഇതുണ്ടായത്. യോജിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. പക്ഷെ ഇതിന്റെ ആത്മീയ തലത്തിലേക്കൊക്കെ വരുമ്പോൾ ശരീരം, മനസ്സ്, ആത്മാവ് എന്നുള്ള തലമുണ്ട്. അവിടെ മനസ്സ് വരുന്നുണ്ട്. ആ
അങ്ങനെ ഈ മൂന്നിനെയും യോജിപ്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ യഥാർത്ഥത്തിലുള്ള ഒരു ശക്തിവിശേഷത്തെ നമ്മൾ താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യമായിട്ട് കണക്കാക്കണം. അതിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് ചിന്തിക്കാം. ഇനി സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വരുന്ന സമയത്ത് നമുക്ക് പലതരം ബ്രാഞ്ചുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന വിഷയം അതിന്റെ ഒരു കൊച്ചു ഭാഗം മാത്രമായിരിക്കും. പക്ഷെ ഇനി തുടർന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ സമാജത്തില് ഈ അനവധി ബ്രാഞ്ചുകളാണ്. അപ്പൊ ഞാനൊരു കൊച്ചു ഭാഗത്തേക്ക് നമ്മൾ അതിനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ധാരാളം ഈ നോട്ട്സിലൊക്കെ അത് വരുന്നത് കൊണ്ടാണ് ഇതാക്കണം. അതേപോലെ തന്നെ സൈക്കോളജിയുടെ അതേ ഇതിൽ തന്നെ പാരലായിട്ട് നോക്കുന്ന ഹൗ യോഗ ട്രാൻസ്ഫോംസ് യുവർ ബോഡി. ശരീരത്തിന് മാറ്റം വരും. ശരീരത്തിന് മാറ്റം വരുന്നതോടുകൂടി മനസ്സിനും മാറ്റം വരും. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഇപ്പൊ കുട്ടികളെ കുറിച്ചുള്ള കുട്ടികളുടെ മനസ്സിനെ കുറിച്ചുള്ള ഒരു ഇതില് എനിക്ക് തോന്നുന്നു റോസോ ആണെന്ന് തോന്നുന്നു. ഒരു ഫിലോസഫർ ആയിട്ടുള്ള റൂസോ പറഞ്ഞു ടാബുല റാസ, ഒരു ഫ്രഞ്ച് പദമാണ്. ടാബുല റാസ എന്ന് പറഞ്ഞാൽ ഒരു എംപ്റ്റി സ്ലേറ്റ്. ഇപ്പൊ നമ്മൾ പണ്ടത്തെ സ്ലേറ്റും പെൻസിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്ക് എളുപ്പം കിട്ടും. അതായത് നമ്മളുടെ ഒരു മനസ്സ്, ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ശൂന്യമായ ഒരു സ്ലേറ്റാണ്. അതിൽ എഴുതുന്നത് പതിക്കുന്നതാണ് പിന്നീട് വരിക. അതുപോലെയാണ് നമ്മൾ ശീലിച്ചെടുക്കേണ്ടത്. അപ്പൊ ഞാൻ നല്ലതേ ചെയ്യൂ, ഞാൻ നല്ലതേ പറയൂ, ഞാൻ നല്ലതേ ശീലിക്കൂ, ഞാൻ ഒരാൾക്കും ദ്രോഹം ചെയ്യില്ല, ഞാൻ എല്ലാവർക്കും ഉപകാരമേ ചെയ്യൂ എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് അത് ചെയ്യാനുള്ള ഒരു ശരീരവും കൂടി ഡെവലപ്പ് ചെയ്യുന്ന വിധത്തിലേക്കാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് യോഗയുടെ ഒരു പ്രത്യേകത. ഇനി യോഗയുടെ മറ്റൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ സ്ട്രെസ് റിലീവ് എന്ന് പറയും. അപ്പൊ നമുക്കറിയാം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും അഡ്രിനൽ ഗ്രന്ഥിയും ഒക്കെ നമ്മൾ തലാമസും കൂടി ചേർന്നിട്ട് വലിയൊരു പ്രതിപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒരു സ്ട്രെസ്ഫുൾ എന്ന് പറഞ്ഞാൽ 100 കണക്കിനുള്ള അവസരങ്ങളിൽ നമുക്കിതുണ്ടാവാം. ഏറ്റവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊരു ബസ് കാത്തു നിൽക്കും. ആ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റോപ്പിൽ തന്നെയാണ് നമുക്ക് നിൽക്കുന്നത്. അവിടെയാണ് ഇനി ആകെ 2 or 3 പേരേ ഉള്ളൂ. വേറെ തുടങ്ങുന്ന സ്ഥലം. ആ ബസ് കഴുകിയൊക്കെ വൃത്തിയാക്കി ആദ്യത്തെ ട്രിപ്പിൽ വരികയാണ്. അപ്പൊ നമുക്കറിയാം ഒരു 50 സീറ്റെങ്കിലും ഉണ്ട്. പക്ഷെ നമ്മുടെ ധാരണ എന്താ, ബസ് അകലേന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ വരാൻ തുടങ്ങും. ഇത് എനിക്ക് കയറി അവിടെ ആകെ 3 പേരല്ലേ നമ്മൾ കയറിയിട്ടുള്ളൂ എന്ന് വിചാരിക്കും. അതിൽ 50 സീറ്റ് ഒഴിവുണ്ട്. അതിൽ പ്രത്യേക റിസർവേഷൻ ഒക്കെ ഉള്ള സീറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നാലും ബാക്കി സീറ്റ് നമുക്ക് കൺഫ്യൂഷനായി. അവിടെ ഇരുന്ന വെയിൽ വരുമോ, ഇവിടെ ഇരുന്ന ഈ കമ്പിയുടെ അവിടെ നിന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ ചാരി നിൽക്കുന്ന ആളുടെ ശരീരഭാഗം മുട്ടുമോ, ഇങ്ങനെ 100,000 കാര്യങ്ങൾ അതിന് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ ചിന്തിക്കും. ഫ്രീ ആണ് ആ ബസ്, എവിടെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം. എത്രയോ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് അത് നിറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ നിറയാൻ പോകുന്നത്. പക്ഷെ ആവശ്യമില്ലാതെ നമ്മൾ ചിന്തിക്കുന്നു, കൺഫ്യൂഷൻ വരും. അപ്പൊ ഒരു സ്ട്രെസ്സാണ്. നിസാരമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ഫ്രണ്ടിലുള്ളവന് മറ്റു പല ബ്ലോക്ക് കാരണം കൊണ്ടായിരിക്കും മുന്നോട്ട് പോകാൻ പറ്റിയെങ്കിലും നമ്മൾ ഹോൺ അടിച്ച് ഇങ്ങനെ ഇതാക്കി അവനും സ്ട്രെസ് കൊടുത്തു. നമുക്ക് പെട്ടെന്ന് പോകാൻ ഒരു മാർഗമില്ല. കാരണം കിലോമീറ്ററുകളോളം വണ്ടി ഒരു പക്ഷെ ആ വാഹനങ്ങൾ മുഴുവനും ബ്ലോക്കിൽ പെട്ട് കിടക്കുകയായിരിക്കും. ഇപ്പൊ എല്ലാം ഇങ്ങനെ എന്താ പറയാ, അടിപ്പാത നിർമ്മാണം, ഫ്ലൈ ഓവർ നിർമ്മാണം, റോഡ് നിർമ്മാണം, ആറുവരിപ്പാത നിർമ്മാണം ഒക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ടാവും ഈ പറയുന്ന ട്രാഫിക് ജാം. അതിന് കാരണം എന്താണെന്നറിയോ, ശരിക്കും ഒരു പാത പണിയുന്ന സമയത്ത് ഒരു ചെറിയ ബൈപ്പാസ് അവിടെ വേറെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പറയുന്ന സർവീസ് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു വാഹനം കടന്നു പോകാനുള്ള വഴി ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെല്ലാവരും കൂടി എല്ലാവർക്കും തിരക്കാണല്ലോ, വേഗം എത്തുക എന്നുള്ള ഒരു മത്സര ബുദ്ധിയും കൂടെ അതിലുണ്ട്. അതൊക്കെ സൈക്കിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാവരും തിരക്ക് കൂട്ടി 4-5 വരികളായിട്ട് അവിടെ ഫോം ചെയ്തു. അതിലുള്ള ഏതെങ്കിലും ഒരു വാഹനത്തിന് അനങ്ങാൻ പറ്റാതെ വരുമ്പോൾ അവിടെ ജാമാണ്. വേറൊരു വണ്ടിക്കും പുറകിലേക്ക് വരാൻ പറ്റില്ല. എല്ലാവരും തിരക്ക് കൂട്ടി അടുപ്പിച്ചടുപ്പിച്ച് നിർത്തി. ഒരു വാഹനം ഒരു പക്ഷെ ഒരു 10 ഇഞ്ച് നീങ്ങി കഴിഞ്ഞാൽ ബോണറ്റ് തൊടാതെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബമ്പർ തൊടാതെ പോകാമായിരുന്നിട്ട് പോലും ആ സാഹചര്യം ഒഴിവാക്കുന്നു. തിരക്കൂട്ടി ഒരാൾ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ, ആ വാഹനം പോയതിനു ശേഷം പോയിരുന്നെങ്കിൽ
മണിക്കൂറുകളോളം ഉണ്ടാകുമായിരുന്ന ആ ട്രാഫിക് ജാം ഒഴിവാക്കാമായിരുന്നു. പക്ഷെ എന്നിട്ട് എന്താ ചെയ്യുക, എല്ലാവരും ബാക്കിൽ നിന്നിട്ട് ഫോൺ അടിച്ചുകൊണ്ടിരിക്കും. ഒഴിവാക്കാമായിരുന്നതാണോ? ആണ്. ഇങ്ങനെ എത്ര 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 സംഭവം. അപ്പോ നമ്മൾ അതിനകത്ത് ഉണ്ടാക്കുകയാണല്ല, എന്നിട്ട് അതിന്റെ പേരിൽ സ്ട്രെസ്. കാരണം എന്താ, ചിലപ്പോ എയർപോർട്ടിൽ പോകുന്നവരുണ്ടാകാം, രോഗികൾ, അത്യാസന്നമായിരുന്ന രോഗികൾ ചിലപ്പോ അതിലുണ്ടാവും. പെട്ടെന്ന് ആശുപത്രിയിലെത്തി വിദഗ്ധ ചികിത്സ കിട്ടേണ്ടതുണ്ട് അത്യാസന്ന നിലയിൽ. ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്. ചില ആൾക്കാർ ട്രെയിനിന്റെ സമയത്തിനനുസരിച്ചമായിട്ട് പോയിട്ടുണ്ടാവും, പക്ഷെ ആ ട്രെയിൻ പോയിട്ടുണ്ടാവും. ഇങ്ങനെ എത്രയൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് ഈ സ്ട്രെസ് ധാരാളം സംഭവങ്ങളിലൂടെ ഒരാൾ ചീത്ത പറയുന്നു, ഒരാൾ അപവാദം പറയുന്നു, വേറൊരാൾ നോക്കി ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയുണ്ട്, പാരനോയിക് ഉണ്ടല്ലോ. ഇപ്പൊ മനഃശാസ്ത്രപരമായിട്ടൊരു സംശയരോഗം. എന്നെ ആ 3 പേരും കൂടി നോക്കി ചിരിക്കുന്നത് എന്നെ കുറിച്ച് എന്തോ പറയാം. അവര് ചിലപ്പോ വേറെ എന്തൊക്കെയോ കുറിച്ച് പറയായിരിക്കും, പുതിയ കണ്ട സിനിമയെ കുറിച്ച് പറയായിരിക്കും, വേറെ ഏതെങ്കിലും സംഭവത്തെ കുറിച്ചായിരിക്കും. നമ്മൾ അകലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, എന്നെ കുറിച്ച് മാത്രം എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഞാനില്ലാത്ത സമയം ചിന്തിക്കാൻ തുടങ്ങുന്നു. അപ്പോ ഇതെല്ലാം ഒഴിവാക്കുന്നതിൽ യോഗ പോലെയുള്ള ചില കാര്യങ്ങൾക്ക് ടെക്നിക്സ് ഉണ്ട് എന്നുള്ളതാണ് റിസർച്ച് ചെയ്തിട്ടുള്ള കാര്യം. അതിൽ ബ്രീത്തിങ് ഉണ്ട്. അപ്പോൾ ഈ യോഗയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരീരത്തിന്റെ ബോഡി ഫിറ്റ്നസ് മാത്രമല്ല കേട്ടോ. അതിനെ ശ്വാസ നിയന്ത്രണത്തിന് വലിയൊരു പങ്കുണ്ട്. കാരണം നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, ANS, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തില് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ടെന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചു കാണും, ഒരുപക്ഷെ നിങ്ങളുടെ സിലബസിൽ കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു സിറ്റുവേഷനിൽ, സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ വരുമ്പോൾ അറിയാതെ നമുക്ക് 2 തരം അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ഫ്ലൈറ്റ് മൂഡിലായിരിക്കും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മൂഡിലായിരിക്കും, ഓടാനായിരിക്കും. വാടാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് സംഭവം ഉണ്ടാകാം. അപ്പോഴും നമ്മുടെ മസിൽ, നമ്മുടെ മറ്റെല്ലാ ശാരീരിക മാനസികാവസ്ഥകളും വേറെ ആയിരിക്കും. ഹോർമോണൽ സെക്രഷൻ ഒക്കെ വേറെ വരും. അങ്ങനെ ഒരു ഫൈറ്റ് മോഡിലേക്ക് വരാം. അഡ്രിനാലിൻ ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഓടാനുള്ള സംഭവമാണെങ്കിൽ ഓടാൻ, ഒഴിഞ്ഞു മാറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം. അപ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ഉണ്ടാകാൻ സാധിക്കുന്നു. അപ്പൊ എന്താ ഉണ്ടാവുക, ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലാണ് ഇതിന്റെ കാര്യം നടക്കുക. കുറെ കഴിയുമ്പോൾ അത് ശാന്തമാവും. അപ്പൊ നമ്മളൊരു ഇരുട്ട് ഉള്ള ഒരു സ്ഥലത്തെ കൂടെ ഒരു മുറിയിൽ കടത്തുമ്പോൾ ആരോ രാവിലെ എപ്പോഴെങ്കിലും പറയും, ഒരു പാമ്പിന്റെ ഒക്കെ ശല്യം ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്, സൂക്ഷിച്ചപ്പോ പോണം കേട്ടോ എന്ന്. അപ്പൊ അന്നാണ് വൈകുന്നേരം കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ മുറിയിൽ ചെന്ന് പെട്ടത്. അപ്പൊ അവിടെ ആരോ കൊച്ചുകുട്ടികളോ മറ്റാരോ നാളെ എടുക്കാന്ന് കണക്കാക്കിയിരുന്ന ഒരു കയറ് ചുറ്റിക്കാലും. ഈ പാമ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വിധം അപ്പൊ വന്നപ്പോ പറഞ്ഞൊരു കാലുമ്പോ പാമ്പ് തന്നെയാണോ ചുറ്റി പിടിച്ചിട്ടുണ്ടാവുക, ലേറ്റ് വന്നിട്ടില്ലല്ലോ. ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് എന്തായിരിക്കും, കയറുന്ന ബോധം നമുക്ക് ഒരുപക്ഷെ നമ്മൾ തന്നെയായിരിക്കും പകലത് കൊണ്ടിട്ടുണ്ടാവുക. രാത്രി ഈ കാലുമ ചുറ്റുന്ന സമയത്ത് ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. അപ്പോഴേക്കും ലേറ്റ് വന്നു, ലേറ്റ് തെളിഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ ഒരു കയറിന്റെ കഷ്ണം കാലിന്ന് തടഞ്ഞതാണ് കേസ്. പക്ഷെ കാലിന്ന് തടഞ്ഞു, അത് കയറാണെന്ന ബോധ്യം വരുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക ഹൃദയത്തിന്റെ മിടിപ്പടക്കം, നാഡീ മിടിപ്പടക്കം, മാനസികാവസ്ഥ എന്തായിരുന്നു? അതിനു മുമ്പ് ഇത് പാമ്പാണ് ചുറ്റിയിരിക്കുക എന്നുള്ള ഒരു ഭാവനയിൽ നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിച്ച് ഈ 2 യാഥാർത്ഥ്യങ്ങളെ നമ്മളിലേക്ക് ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഈ പറയുന്ന അഡ്രിനാലിനും അതേപോലെ തന്നെ തലാമസിനൊക്കെ വലിയൊരു പങ്ക് ഉണ്ട്. അപ്പൊ മാനസികമായ അവസ്ഥ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈ എക്സോർവൈ എന്തെല്ലാം അവസ്ഥകളുണ്ടോ അത് മുഴുവനും ഈ തരത്തിലുള്ള ശാരീരിക മാനസികമായിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ അമിതമായി ശ്വാസം ധാരാളം വലിച്ചുവിടും. ദേഷ്യം വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ. ആങ്കർ വന്നു നോക്കട്ടെ, അതുവരെ നോർമലായിട്ട് ശ്വസിച്ചിരുന്ന ആള് ഇങ്ങനെ ശ്വാസം വലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ ശ്വാസവുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട് എന്നുള്ളൊരു പഠനം നടക്കുകയും അത് ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, അതായത് ഉറക്കത്തിലും നമ്മുടെ കുറേ ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, മെറ്റബോളിക് സിസ്റ്റം നടക്കുന്നുണ്ട്, ദഹനം നടക്കുന്നുണ്ട്, ശ്വസനം നടക്കുന്നുണ്ട്, രക്തപരിഹരണ വ്യവസ്ഥ നടക്കുന്നുണ്ട്, ഹാർട്ട് ബീറ്റിംഗ് നടക്കുന്നുണ്ട്, ഇങ്ങനെ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ശ്വസിക്കുന്നതിൽ അമിതമായ സ്പീഡ് ഇല്ലാതിരിക്കുന്നതിനും അമിതമായ സ്പീഡ് ഉണ്ടാകുന്ന ചില ഘടകങ്ങളെ ബോധപൂർവം നമ്മൾ നിയന്ത്രിക്കും. അങ്ങനെ ഈ പ്രാണനെ
പ്രാണശക്തിയെ, ഇത് വൈറ്റൽ എനർജിയെ ആയാമം ചെയ്യുക, കൺട്രോൾ ചെയ്യാം, റെഗുലേറ്റ് ചെയ്യാം, വേണമെങ്കിൽ പിടിച്ചു നിർത്തുകയും ചെയ്യാം. ഇതിലൂടെ നമ്മൾ അറിയാതെ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളെ ബോധപൂർവം നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി അമിതമായി ദേഷ്യം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും ശ്വാസ നിയന്ത്രണത്തിലൂടെ ശീലം വരുമ്പോൾ, അതാണ് യോഗ പഠിപ്പിക്കുന്നത്, പ്രാണായാമൊക്കെ പഠിപ്പിക്കുന്നതിന്റെ കാര്യം അതാണ്. അതിലൂടെ അറിയാതെ ആ വൈകാരികമായ വിക്ഷുബ്ധത അത് കുറയ്ക്കാനായിട്ടുള്ള ഒരു ശീലമായിട്ട് നിൽക്കും. അവിടെയാണ് ഡിസിപ്ലിൻഡ് വേ ഓഫ് ലൈഫ് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ള കാര്യം. പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ശ്വസനവും ശാരീരികമായിട്ടുള്ള കർമ്മങ്ങളും ബോഡിയെയും അതുപോലെ മനസ്സിനെയും മറ്റെല്ലാ തരത്തിലുള്ള സിസ്റ്റത്തെയും നിയന്ത്രിക്കാനും അതിനെ നല്ല രീതിയിലാക്കി നിലനിർത്താനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് യോഗയുടെ മാർഗങ്ങളിലെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി വീണ്ടും സൈക്കോളജിയിലേക്ക് തിരിക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് സൈക്കോളജി എന്താണ്, എന്തിനാണ് നിങ്ങൾ സൈക്കോളജി എടുത്തേ എന്ന് പലരും ചോദിക്കുമല്ലോ. എത്രയോ വിഷയങ്ങളുണ്ട്. അപ്പൊ ഇഗ്നോയിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുവരെ ഏതാണ്ട് ഒരു 31 ലക്ഷം പേരാണ് പഠിക്കുകയും പഠിക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യുകയും പരീക്ഷ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഇത്രയും കൊല്ലം. അപ്പൊ ഒരു 30 ലക്ഷത്തില് 361ഓളം കോഴ്സുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് വൈ സൈക്കോളജി? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉത്തരം പറയണമെങ്കിൽ ഇറ്റ് എൻഹാൻസസ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എമോഷണൽ ഇന്റലിജൻസ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇംപ്രൂവ്സ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് മറ്റൊരാളെ ഉപദേശിക്കാനോ മറ്റൊരാളുടെ രോഗകാരമായിട്ട് അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ടുള്ള ഒരാൾ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഏതാണ്ടോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവരെ ഉപദേശിക്കാനായിട്ടിരിക്കില്ല. അല്ല, അതൊക്കെ അതിന്റെ ഒരു ഭാഗമാവുന്നുള്ളൂ. മാത്രമല്ല ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല കേട്ടോ. കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള പുതിയ സങ്കല്പങ്ങൾ തന്നെ നമ്മൾ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇനിയും മാറ്റേണ്ടതുണ്ട്. അബദ്ധധാരണകൾ പോലും മാറ്റണം എന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്നവരോടൊക്കെ പറയാനുള്ളത്. കാരണം നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഉപദേശം നമ്മൾ ഏതാണ്ടൊക്കെ പഠിച്ചു, അതുകൊണ്ട് നമ്മൾ സൈക്കോളജിസ്റ്റായി, അതിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. പക്ഷെ ഒരാൾക്കും ഉപദേശം കേൾക്കാൻ ഇഷ്ടമില്ല എന്ന ഒരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കണം. നാം എന്താ ചെയ്യണേ? നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസിക തലത്തിലേക്ക് അയാൾ അസ്വസ്ഥനായിരിക്കാം, അയാളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അയാൾക്ക് സ്വയം പ്രേരണ മോട്ടിവേഷൻ ഉണ്ടാവില്ല, സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവില്ല, അയാളുടെ എമോഷണൽ ആയിട്ടുള്ള സിസ്റ്റം ഒക്കെ വളരെയധികം മാറിയിട്ടുണ്ടാവും. അങ്ങനെ അയാൾ ജീവിതത്തിൽ നോർമൽ അല്ലാത്തൊരു അബ്നോർമൽ സിസ്റ്റത്തിലേക്ക് പോകുന്നു എന്നൊരു ബോധ്യത്തിലൂടെ either ആ വ്യക്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറച്ച് വ്യക്തികളുടെ ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റംഗങ്ങളോ കൂടിയിട്ടാണ് വരിക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നാം അങ്ങനെ ഉപദേശിക്കാൻ തുടങ്ങിയാൽ അത് ആണ് കൗൺസിലിംഗ് എന്നാണ് നമ്മുടെ ബോധമെങ്കിൽ അത് തിരുത്തി കുറിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം, ഉപദേശിക്കുക എന്നുള്ളതല്ല നമ്മുടെ കർമ്മം. അയാൾക്ക് എന്താ പറ്റിയത് എന്ന് അയാളെ ബോധ്യപ്പെടുത്തുക. അയാളിൽ എന്താണ് സ്ട്രെങ്ത് അത് ബോധ്യപ്പെടുത്തും. അയാൾക്ക് വീക്ക്നെസ് എന്തായിരുന്നു അത് അയാളെ തന്നെ ബോധ്യപ്പെടും. എന്നിട്ട് അയാൾക്ക് മനസ്സിലാവണോ ഇറ്റ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് എന്നുള്ളത്. ഇനി എന്താണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ കൊണ്ട് എന്ത് സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ട ഓപ്പർച്യൂണിറ്റി, ഇതിൽ നിന്നൊന്ന് മാറിയാലുള്ള ഓപ്പർച്യൂണിറ്റി എന്തൊക്കെ സാഹചര്യങ്ങളിലേക്ക് പോകാം, എന്താണ് ഇപ്പൊ ഇതിനൊരു വിഷമം, ഇങ്ങനെ തുടർന്നാത്ത വിഷമങ്ങൾ എന്തൊക്കെ, ഇത് മാറിയാലത്തെ ത്രെഡ്സ് എന്തൊക്കെ, ചിലതൊക്കെ ത്രെഡ്സ് എങ്ങനെ മാറ്റാമെന്നുള്ളതിന്റെ സൂചനകൾ നൽകുകയും അയാളെ അതിന് സ്വയം പ്രേരിതമാക്കപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന വിധത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. അങ്ങനെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലൂടെ വരും. ഹെൽത്ത് സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് മെന്റൽ ഹെൽത്ത് കെയർ. പിന്നെ യൂസ്ഫുൾ, ഇതൊക്കെ എവിടെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷനിലുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഈ കൗൺസിലിംഗ് സെഷനിലുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അവർക്ക് ഇത് വേണം. IT പ്രൊഫഷണൽസ് ഒക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ കോവിഡാനന്തര ലോകത്ത് അപ്പൊ അങ്ങനെയാണല്ലോ, പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ അങ്ങനെ 2 സെഷൻ ഇപ്പോൾ ലോകത്തെ വിഭജിച്ചിട്ടുണ്ട്. ഇതില്
ഏറ്റവും കൂടുതൽ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർക്ക് വലിയൊരു പങ്കുണ്ട്. അവർ കുറച്ചും കൂടെ ഒരു മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പൊതുവെ അവരുടെ ആ ടീമിനെ കൊണ്ടു നടക്കാൻ, ഒഫീഷ്യലായിട്ടുള്ള ഈ ഫ്രസ്ട്രേഷൻ ഒഴിവാക്കാൻ, കൺഫ്ലിക്ട്സ് ഒഴിവാക്കാൻ, പരസ്പരമുള്ള വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ അനാരോഗ്യകരമായ മത്സരങ്ങളോ അനാവശ്യമായ ചിന്തകളിൽ ഉടലെടുക്കുന്ന വഴക്കും അതുപോലെ മറ്റതിനെ തുടർന്നുണ്ടായ കമ്പനികളിലായാലും സ്ഥാപനങ്ങളിലായാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മറികടക്കാൻ. പിന്നെ മാനേജർമാർക്കൊരു ധാരണ ഞങ്ങൾ ഏതാണ്ടൊക്കെ ആണെന്ന്. അതല്ല, ശരിക്കും ഗെറ്റ് ഇറ്റ് ഡൺ ബൈ അതേഴ്സ്. വാട്ട് ഈസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യിക്കുക, എന്നിട്ട് അത് കമ്പനിയുടെ ഓർഗനൈസേഷന്റെ ഗോളുമായിട്ട് അതിനെ ആ ലക്ഷ്യത്തിൽ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കുക. അതിനൊരു ഉപകരണം എന്ന നിലയ്ക്ക് നമ്മൾ പ്രവർത്തിക്കുകയും അത് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ആവശ്യിച്ചിരുന്ന എഫക്റ്റീവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതിനുള്ള ബാക്കി സ്കില്ലുകൾ അതിനോടനുബന്ധിച്ച് എത്രയോ ഉണ്ട്, അത് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യും. അപ്പൊ അതും HR വിഭാഗത്തില് ഈ മനഃശാസ്ത്രത്തിന് വലിയൊരു പങ്ക് ഉണ്ട്. അഡ്വർടൈസിങ് മേഖലയിലുണ്ട്. ഇപ്പോ നോക്കൂ, നമ്മുടെ എന്താ പറയാ, തുടരും എന്ന സിനിമയൊക്കെ പലരും കണ്ടു കാണുമല്ലോ. അതില് ആ വില്ലൻ കഥാപാത്ര ജോർജ് സാർ എന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ അദ്ദേഹം അനുവർത്തിച്ചിരുന്ന എത്രയോ വലിയ അഡ്വർടൈസിങ് കമ്പനിയുടെ ഡയറക്ടറാണ് അദ്ദേഹം, കോടീശ്വരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പാഷൻ ഈ അഭിനയിക്കാൻ വേണ്ടി എത്രയോ പേരുടെ മുന്നിൽ അദ്ദേഹം നടന്നവർ. പക്ഷെ ഒരു മിനിറ്റ് കൊണ്ട് ഒരു പ്രത്യേക ജിംഗിൾസിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഷോട്ടിൽ ആ വലിയൊരു സന്ദേശം ആ ഒരു ദൃശ്യ മാധ്യമത്തിലൂടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ് പരസ്യം. യാഥാർത്ഥ്യം ആയിക്കോളുന്ന നിർബന്ധമില്ലെങ്കിൽ യാഥാർത്ഥ്യമാണ് എന്ന് അനേകരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ആ ഒരു സംഗതി സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ വഴി കൂടെ ഒക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചൊക്കെ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ വലിയ പരസ്യങ്ങൾ വെച്ചിരിക്കുന്നു. ചെറിയ പരസ്യങ്ങൾ കാണാൻ പറ്റാത്തതുകൊണ്ടല്ല, ചെലവ് എത്ര കൂടിയാലും വലിയത് കാണാൻ, ബിഗ് സൈസിലുള്ള ആ കാര്യത്തിന് കാണുവാനും അതിനെ സ്വീകരിക്കാനുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും സുന്ദരമായതിനെയും ഏറ്റവും വികൃതമായതിനെയും ശ്രദ്ധിക്കാനുള്ള ഒരു ജസ്റ്റാർട്ട് തിയറിയിലൊക്കെ അത് വരുന്നുണ്ട്. അമൂർത്തമായ മറ്റു പലതും അതുപോലെ യുണീക്നെസ്, അതുവരെ ഇല്ലാത്ത മറ്റെന്തോ ഒന്ന് കാണുന്ന സമയത്ത് അത് ഓർമ്മയിലേക്കില്ല. അതൊക്കെയാണ് അഡ്വർടൈസ്മെന്റിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. പിന്നെ സ്പോർട്സ്, അതിലും മനഃശാസ്ത്രം വളരെ വലുതാണ്. ഇപ്പോൾ ഓടുന്ന സമയത്ത് എല്ലാത്തിലും സ്വർണ്ണ മെഡൽ നേടാനുള്ള കായികക്ഷമതയുള്ളവർക്ക് എവിടെയോ അവർ മനസ്സ് പതറുമ്പോൾ മനഃശാസ്ത്രജ്ഞന്മാരുണ്ട് അവരുടെ ടീം മാനേജ്മെന്റിലിട്ടോ. അപ്പൊ അതിൽ ഒരു അത്ലറ്റിക്കിന്റെ ഒരു കാര്യത്തിൽ അവർ പറയണത്, അവർ ഓടുന്ന സമയത്ത് അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അവർ ചീറ്റപ്പുലിയാണ്. അത് ലോകത്തിലെ ഏറ്റവും 60-65 കിലോമീറ്റർ മുതൽ 90 കിലോമീറ്റർ സ്പീഡിൽ വരെ ഓടാൻ സാധിക്കുന്ന ഇന്ന് ഭൂമിയിലുള്ള ഏറ്റവും സ്പീഡായിട്ടുള്ള ചീറ്റപ്പുലി. ആ ചീറ്റപ്പുലിയാണ് ഞാൻ. ആ പ്രത്യേകമായിട്ടുള്ള ആ ഓട്ട മത്സരത്തിന്റെ ഇവന്റിൽ സ്റ്റാർട്ടിങ് ഇതില് ആ ഫയർ കേൾക്കുന്നതിന് മുമ്പ് ഇവര് ചിന്തിക്കുന്നത് ഞാൻ ചീറ്റപ്പുലിയാണെന്നാണ്, ആണെന്നല്ല. ആ ചീറ്റയാകാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് അവർ പിന്നീട് മുഴുവൻ ചെയ്യുന്നത്. അങ്ങനെ അവര് മെഡൽ നേടിക്കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ട്രാൻസിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടാകാം. അപ്പോൾ സൈക്കോളജിയുടെ അനന്തര സാധ്യതകളെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ സ്ലൈഡിലൂടെ. ശരിക്കും ഇത് മണിക്കൂറുകളോളമുള്ള അനലൈസിങ് വിഭാഗമാണ്. എന്നോട് ക്ഷമിക്കുക, കാരണം നമുക്ക് സമയം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ, അപ്പൊ അതിനുള്ളിൽ നിർത്തണ്ടേ. പിന്നെ ഈ സൈക്കോളജി കൺസെപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ മോട്ടിവേഷന് വളരെ പ്രധാനമാണ്. പേഴ്സണാലിറ്റിക്ക് അതിന് വളരെ ലേണിംഗ് ഉണ്ട്, പെർസെപ്ഷൻ, പിന്നെ മെമ്മറി തുടങ്ങിയിട്ട് അനവധി മേഖലകൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തിനാ ഈ ഒരു സംഗതി എടുത്തതെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് യോഗയിൽ ഞങ്ങൾ. ഇപ്പൊ ഞാൻ അതിന്റെ PG ഡിപ്ലോമ യോഗ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, MSc യോഗ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 5 വർഷത്തെ റിസർച്ച് യോഗ സൈക്കോളജിയിലാണ് ഞാൻ ചെയ്തത്. വാല്യൂസിന്റെ ആ ഒരു മൂല്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ മൂല്യം ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ടേ? നമ്മൾ മാനസികമായി മൂല്യവത്തായിട്ട് ഒരു വഴി നടന്നു പോകുന്ന സമയത്ത് നിറച്ചു പണമുള്ള ഒരു പേഴ്സ് കണ്ട് നമുക്ക് കിട്ടി ഓൺ ദ വേ. ആ പേഴ്സിനെടുത്ത് നമുക്കാണെങ്കിൽ അന്ന് ഏറ്റവും പണത്തിന് ആവശ്യമുള്ള ഒരു ദിവസമായിരുന്നു. ആരോട് ചോദിച്ചിട്ട് കിട്ടിയുമില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാറ്.
അപ്പൊ നമ്മളുടെ ഒരു ഡെലീമയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വാല്യൂവിൽ തന്നെ ഈ ഡെലീമ വളരെ പ്രധാനപ്പെട്ടതാണ് സൈക്കോളജിയിൽ. ഇപ്പൊ നിങ്ങളൊക്കെ ആ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു അന്തർസംഘർഷം ഉണ്ട്. നമ്മൾ അതുവരെ പഠിച്ചിരിക്കുന്ന സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ എന്തായിരിക്കും, ഇത് ആരുടെയോ നഷ്ടപ്പെട്ടു, അയാൾക്ക് എത്രയോ അത്യാവശ്യത്തിനായിരിക്കും അയാൾ പോയിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കാം. എമ്പതിയും സിമ്പതിയും ഒക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ, ശീലങ്ങളിൽ അല്ലെങ്കിൽ ആ സ്വഭാവത്തിൽ, അങ്ങനെ ബിഹേവിയറൽ പാറ്റേണിൽ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കാണെങ്കിൽ ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ പലരോട് ചോദിച്ചു, കിട്ടിയില്ല, എന്ത് ചെയ്യും? അപ്പൊ ഈ സോഷ്യലായിട്ട് സാമൂഹികമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, അന്യന്റെ മുതൽ എടുക്കരുത്, അനാവശ്യമായിട്ട് ഒരാൾക്കും കൊടുക്കാം, പക്ഷെ എടുക്കാൻ പാടില്ല, ചോദിക്കാതെ ഒരു സാധനം എടുക്കരുത്, അതൊക്കെ കളവിന്റെ ഭാഗമായിട്ട് തീരുന്നു. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഇതുപോലെയുള്ള അനവധി സംഭവങ്ങൾ നമുക്ക് ഇതുണ്ട്. പക്ഷെ യോഗയിലൂടെ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാല് അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം, ശൗര്യം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണയം. ഇങ്ങനെ വ്യക്തിഗതവും സാമൂഹികവുമായ പേഴ്സണൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ യൂണിവേഴ്സൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടാവണം. ഇത് വ്യക്തി ശീലിച്ചാലും കൊള്ളാം, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ആൾക്കാരും ഇത് കൊള്ളുകയാണെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു യുദ്ധം ഉണ്ടാവേണ്ട കാര്യമില്ല. അഹിംസാവാദിയായിട്ടുള്ള ഒരാൾ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഭാവന കൊണ്ടോ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു കാരണവശാലും മറ്റൊരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആക്രമിക്കില്ല എന്ന് തീരുമാനിച്ചാൽ, അത് മനുഷ്യനെ മാത്രമല്ല ജീവികളായാലും മറ്റെന്തെങ്കിലും ആവട്ടെ, ആ ഒരു ഉയർന്ന തലത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നവരാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വ്യക്തികളെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ? ചിന്തിക്കാനെങ്കിലും സാധിക്കുമല്ലേ? അതൊരു ഉട്ടോപ്പി ആയിരിക്കാം ചിലപ്പോൾ, പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നു. ഇതാണ് പതഞ്ജലി എഴുതി വെച്ചിരിക്കുന്ന സൂത്രങ്ങളുടെ ഒരു പ്രത്യേകത. സത്യം പറയല് മാത്രമല്ല, പെരുമാറ്റത്തിൽ, ജീവിതത്തിൽ സത്യമാണ് ഞാൻ, സത്യമായിട്ടുള്ള വഴിക്കല്ലാതെ ഞാൻ പോകുന്നു. ട്രൂത്ത്ഫുൾനെസ്സിന്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ഞാൻ അതനുസരിച്ച് അതിൽ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കും. ആരും ദ്രോഹിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞു, മനസ്സുകൊണ്ട് ശരീരം കൊണ്ടൊക്കെ. അതാണ് ആ ഹിംസ. ഹിംസയേ ഇല്ല, ചിന്തയിലില്ല, വാക്കിലില്ല, പെരുമാറ്റത്തിലുള്ള, പ്രയോഗത്തിലില്ല. അത്രയും ശുദ്ധമായിട്ടുള്ള ഒരു പ്രയോഗം. പിന്നെ അന്യൻ്റെന്ന് പറയുന്ന, അല്ലെങ്കിൽ എനിക്ക് അർഹതപ്പെടാത്ത ഒന്നും എനിക്ക് വേണ്ട എന്ന തീരുമാനം. കളവില്ലാത്ത അസ്തേയം. സ്തേയം എന്ന് വെച്ചാൽ കളവെന്നാണ്. എന്ത് സാധനം കിട്ടിയാലും ഇനി എന്താവട്ടെ അത് എനിക്ക് അർഹതപ്പെട്ടതല്ല, അത് ഞാൻ എടുത്തത് കളവാണ്. അപ്പൊ കളവില്ലാത്ത അവസ്ഥ, സ്തേയം. അപരിഗ്രഹം. അങ്ങനെ ചിന്തിക്കുന്നില്ല, എനിക്ക് എൻ്റേതല്ലാത്ത, എനിക്ക് അർഹതപ്പെട്ട ന്യായമായ ധർമ്മമായിട്ടുള്ളതല്ലാത്ത ഒന്നും വേണ്ടാന്നൊരു ചിന്ത. അങ്ങനെ പരിശീലിക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ സൂര്യ നമസ്കാരമായാലും പ്രാണായാമമായാലും ബാക്കിയൊക്കെ പിന്നെ വരണുള്ളൂ. ഇത് ശീലിക്കണമെന്നാണ് പറയുന്നത്. വലിയൊരു കഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ യമനയമങ്ങൾ എന്ന് പറഞ്ഞ 5 5 10 എണ്ണമാണ് ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് യോഗ സിസ്റ്റം. അഷ്ടാംഗ യോഗത്തിൽ 8 അംഗങ്ങളാണുള്ളത്. അതിൽ ബഹിരംഗ സാധന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതിന് സന്യാസമൊന്നും വേണ്ട, ഗൃഹസ്ഥാശ്രമാകാം, ജീവിക്കാം, എന്ത് ഭക്ഷണവും കഴിക്കാം, എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങാം, കുളിക്കാം, കുളിക്കാതിരിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും അനുഷ്ഠിക്കാവുന്ന ഒരു കാര്യമാണ്. ക്രമേണ അതൊക്കെ നല്ല രീതിയിലേക്ക് വരുമെങ്കിലും ഇപ്പൊ ഏത് പൊസിഷനിലിരിക്കുന്ന, ഏത് തരത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് പോലും അറിയാതെ മാനസികമായ ഒരു ഡിസിപ്ലിനിലേക്ക് കടന്നു വരുമ്പോൾ ഇത് ശീലിക്കാൻ നമ്മൾ തുടങ്ങുന്നതോടുകൂടി നമ്മളിൽ വലിയൊരു മാറ്റം ശാരീരികമായും മാനസികമായും വൈകാരികമായും ബുദ്ധിപരമായും സാമൂഹികമായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് യോഗ സൈക്കോളജിയുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ നമ്മൾ പറയുന്നു ശൗചം. എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. വൃത്തികേടായിട്ടിരുന്ന ആരാ നമ്മളെ ആദരിക്കാൻ പോകുക? നമുക്ക് തന്നെ ഒരു ഇത് തോന്നില്ലേ? അപ്പൊ ശൗചം എന്ന് വെച്ചാൽ ക്ലീനില്ല. അകത്തുണ്ടാവണം, പുറത്ത് അതുപോലെ പെരുമാറ്റത്തിൽ ഉണ്ടാവണം, മറ്റെല്ലാ തരത്തിലും ആ ഒരു കുലീനത നമുക്ക് പ്രവർത്തിക്കാനും തെളിയിക്കാനും സാധിക്കുന്ന ജീവിതക്കാർ. ശൗചം. സന്തോഷം. ബി പോസിറ്റീവ്, ബി ഹാപ്പി എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്ന കേട്ടോ. വാട്ട് ഈസ് ഇറ്റ്? ഏത് സാഹചര്യത്തിലും നമ്മൾ വളരെ ദുഃഖിച്ച് കരഞ്ഞു വിളിച്ച് നെഞ്ഞത്ത് കൈയെടുത്ത് അടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ പ്രതിസന്ധിയെ നേരിടാൻ ആവശ്യമാകുന്ന രീതിയിൽ വരട്ടെ. ഒരു കൈയൊടിഞ്ഞിട്ട് ഒരാള് ഒരു ആക്സിഡന്റിൽ കൈയൊടിഞ്ഞു പോയി, അയാളെ ആംബുലൻസിലൊക്കെ കൊണ്ടുപോയി ആശുപത്രിയിലെത്തിയപ്പോൾ ഉടനടി
കാഷ്വാലിറ്റിയിലെ ഡോക്ടർ വന്നു സംസാരിച്ചു. അപ്പോൾ ബാക്കി എല്ലാവർക്കും വിഷമമുണ്ട്, ഇയാളുടെ കൈയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുക. ആള് പറയാം എനിക്ക് വിഷമില്ലാത്ത എന്റെ ഇടത് കൈയാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഞാൻ ഈ വീക്കാണെങ്കിൽ എറിയാണെങ്കിൽ എന്ത് പണിയാൻ അത് പോയിട്ടില്ല, അത് ഗംഭീര. ഇതിപ്പോ കുറച്ചാലും പ്ലാസ്റ്ററൊക്കെ ഇട്ടിരുന്ന ശരിയാവുന്നേ. ഒന്ന് ആലോചിച്ചു, വേദനയുണ്ട്, വിഷമമുണ്ട്, അയാൾ ആക്സിഡന്റിൽ പെട്ടിരിക്കുന്നു. അയാളുടെ മനസ്സിൽ ആ ഒരു ഭാവന ഉള്ളതുകൊണ്ട് 2 കൈ ഒടിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, 2 കാലും പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, 2 കണ്ണ് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, തല പൊളിഞ്ഞെങ്കിൽ എന്ത് ചെയ്തേനെ. ഇങ്ങനെ അയാള് അതിനെ നിസ്സാരമായിട്ട് ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്തൊക്കെ ഭയാനകത ആയാലും ചിന്തിച്ചിട്ട് ഇതിനെ പോസിറ്റീവ് ആക്കിയിട്ട് ഒന്നല്ലേ പോയുള്ളൂ എന്ന് ചിന്തിക്കും. ഇപ്പൊ നമ്മള് സൈക്കോളജിയിൽ ഒരുപക്ഷെ ക്ലാസ്സുകളിലൊക്കെ വിവരിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചു, അതിൽ പകുതി വെള്ളം ഉണ്ട്. ഒരാൾ പറയുന്നു, ഓ പകുതി വെള്ളം ഉണ്ടല്ലോ, അത് പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ലേ? പകുതി വെള്ളം ഉണ്ടല്ലേ. അപ്പൊ യാഥാർത്ഥ്യം പകുതി വെള്ളത്തിന്റെ കുറിച്ചാണ്. പക്ഷെ നമ്മളുടെ മനസ്സിൽ എന്താണ്, അത് ഫുൾ ഇല്ലല്ലോ എന്ന ആ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. പകുതിയെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയുന്നതും പകുതിയല്ലേ ഉള്ളൂ എന്ന് പറയുന്നതും തമ്മിലുള്ള 2 തരം എക്സ്ട്രീം ഫീലിംഗ് നമ്മൾ മനസ്സിലാക്കിയോ? അപ്പൊ സന്തോഷം, ബി പോസിറ്റീവ്. ഏത് കാര്യമായാലും മനസ്സിലേക്ക് ഒരു സന്തോഷത്തിന്റെ എലിമെന്റ് കൊണ്ടുവരിക. അപ്പൊ അറിയാതെ ആരോഗ്യം ഉണ്ടാകും, ഇമ്മ്യൂണിറ്റി കൂടും. ഇങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു ശീലമാക്കിയാലോ? മനഃശാസ്ത്രപരമായിട്ട് ഈ ഒരു കാര്യത്തിന് ബന്ധമില്ലേ? പിന്നെ മറ്റൊന്നുള്ളതാണ് തപസ്. തപസ് എന്ന് പറഞ്ഞാൽ താടി മൂടിയൊക്കെ വ്യക്തിയെടുത്ത് നമ്മളുടെ ഒരു മിഥ്യാധാരണയാണ് കാട്ടിപ്പോയിരുന്നത്. അതാണ് തപസ്. അല്ല, അത് പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ആന്തരികമായ ആ ഒരു ആത്മീയ ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയ. പണ്ട് ഋഷീശ്വരന്മാർ ചെയ്തിരുന്നു, അവർ ചെയ്യട്ടെ. നമുക്കിപ്പോ എല്ലാവരും പോലെ ഹിമാലയത്തിൽ പോയി ആ മഞ്ഞില് തുണി ഉടുക്കാതെ ഇരിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞു? അതിന് പോകാൻ ഏതാണ്ട് ഒരു കോടി ആൾക്കാരിൽ 1-2 പേര് പോകാനെങ്കിൽ പൊക്കട്ടെ, അവരെ നമ്മൾ തടസ്സപ്പെടുത്താനൊന്നും പോണ്ട. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരുടെ നിത്യജീവിതത്തിൽ ഇപ്പൊ നമ്മൾ ഇഗ്നോ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. നമുക്ക് ധാരാളം അസൈൻമെന്റ് ഉണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? ആ പറയുന്ന ദിവസത്തിന് മുമ്പ് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ആ അസൈൻമെന്റ് സമർപ്പിക്കും. ഇതൊരു ലക്ഷ്യമല്ലേ? അപ്പൊ ലക്ഷ്യം ഫിക്സ് ചെയ്തു, ഗോൾ വരെ. അത് അച്ചീവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നോട്ട്സ് തയ്യാറാക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും. പരാവാരം കിടക്കുന്നതായിട്ടുള്ള ആ പുസ്തകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാരഗ്രാഫിനെ ക്രോഡീകരിച്ച് സമ്മറൈസ് ചെയ്ത് നമ്മളത് നമ്മുടെ കൈകൊണ്ട് എഴുതി ഭംഗിയായി അതിനെ ചിട്ടപ്പെടുത്തി ബോർഡറൊക്കെ കൊടുത്ത് വെട്ടുതിരുത്തില്ലാതെ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് 100 മാർക്ക് കൊടുക്കാം എന്ന് പറയുമ്പോൾ അതിന്റെ എത്രയോ 30% നമുക്ക് കിട്ടുള്ളൂ. കാരണം ഇതിന്റെ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് കൺവെർഷൻ വരും. നമ്മൾ എഴുതുന്ന തിയറി മാർക്കിന്റെ 70% ഇപ്പൊ ഞങ്ങൾക്ക് MAക്കൊക്കെ കിട്ടുള്ളൂ. അത് അപ്പൊ 100 വാങ്ങിച്ചാലും 70 കിട്ടുള്ളൂ, മറ്റേതിൽ 100 വാങ്ങിച്ചാൽ 30 കിട്ടുള്ളൂ. അതിന് 200ന്റെ പരീക്ഷ എഴുതി 200 കിട്ടിയാൽ മാത്രമേ നമുക്ക് 100 മാർക്ക് ഷീറ്റിൽ വരുള്ളൂ. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു തപസ് ഉണ്ട്. എന്താ തപസ്? നോട്ട് തയ്യാറാക്കണം, വായിക്കണം. ഇന്ന ദിവസം ഇന്ന ടൈം ടേബിൾ പ്രകാരം ഇത്ര നോട്ട്സ്, ഞാൻ എത്ര തിരക്കുകളാണെങ്കിലും ഞാൻ ഈ 2 ചാപ്റ്റർ വായിച്ചിരിക്കും. 2 ചാപ്റ്റർ വായിക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിന് ഇണങ്ങുന്ന വിധത്തിൽ ഇതിനെ കണക്ട് ചെയ്യാനുള്ള നോട്ട്സ് ഓരോ വരിയിൽ ഞാൻ കുറിച്ച് എഴുതി വെക്കും. അതിനെ ഞാൻ ക്രോഡീകരിച്ച് കിട്ടുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഞാനത് ചിട്ടപ്പെടുത്തിയ ഒരു ആൻസർ ഉണ്ടാക്കും. ഇതിനു വേണ്ടിയുള്ള പരിശ്രമം യാതൊരു മടിയും കൂടാതെ ചെയ്യും. ഇതൊരു തപസ്സല്ലേ? ഇതിന് പറയുന്ന പേരാണ് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കഠിനമായ മാർഗത്തിന്റെ ഒരു സംഘാതത്തെയാണ് തപസ്സെന്ന് നമ്മൾ ഈ കാര്യത്തിൽ വ്യാഖ്യാനിച്ചാൽ മതി. ശൗര്യം, സന്തോഷം, തപസ്. പിന്നെയോ സ്വാധ്യായം. എത്ര പ്രഗത്ഭന്മാരെ ക്ലാസ് എടുത്താലും നമ്മൾ എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാലും അതിൻ്റെ 25% കൂടുതലൊന്നും നമുക്ക് കിട്ടില്ല. IQ 140 കൂടുതലുള്ള ഐൻസ്റ്റീൻ വായിച്ചാലും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എന്താ ചെയ്യുക? ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയ പാദം സ്വബ്രഹ്മചാരിത്യ പാദം കാലക്രമേണ ച എന്നൊരു ശ്ലോകം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട് സംസ്കൃതത്തിൽ. അതിനെന്താ പറയണെന്ന് വെച്ചാൽ എത്ര വലിയ ഗുരുവിൽ നിന്നായാലും നമുക്ക് 25% അത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. പിന്നെന്ത് ചെയ്യണം? നമ്മൾ സ്വാധ്യായം സ്വന്തമായിട്ട് നമ്മുടേതായ ഒരു ഇതിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ 25%. നമ്മുടെ സമാനമായി പഠിക്കുന്ന വിദ്യാർത്ഥികള്, കൂട്ടുകാർ, അല്ലെങ്കിൽ നമ്മുടെ കമ്പൈൻ സ്റ്റഡി നടത്തുന്ന ആൾക്കാർ, അങ്ങനെ കുറെ ഉണ്ടാവുമല്ലോ ക്ലാസ്സിൽ എല്ലാവരും. അതിൽ സമാനമായിട്ട് കുറെ ആൾക്കാരിൽ നിന്ന് കുറെ അറിവുകൾ നമുക്ക് ലഭിക്കാൻ 25% ഉണ്ടാകും. പിന്നെയോ ഇന്ന് തന്നെ എല്ലാം പഠിച്ച് തലയിൽ കയറ്റിട്ട് എഴുതുക
അത് കാലക്രമേണ വരുന്നത്. അപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പരീക്ഷ എന്നുണ്ടെങ്കിൽ ആ സമയത്താണത് നമുക്ക് സ്വായത്തമാവുക. അപ്പൊ അത് മതി, എനിക്കെല്ലാം ഇന്ന് തന്നെ വേണമെന്ന് ശടിച്ചിട്ട് നടത്തില്ല. സോ ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ സ്വാധ്യായം. പിന്നെയോ ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ പഠിക്കുകയായാലും ജോലി ചെയ്യായാലും വേറെ എന്താവട്ടെ, പതഞ്ജലി ഒരെണ്ണം കൂടെ ഒരു സംഗതി, നമുക്ക് അദൃശ്യമായ നമ്മളെക്കാൾ അപ്പുറത്തൊരു ശക്തി ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസ പ്രമാണത്തിൽ നിന്നിട്ട് ആ ശക്തിക്ക് കീഴെയാണ് ഞാൻ, അതിൻ്റെ അപ്പുറത്തല്ല എന്നൊരു തോന്നൽ നിന്ന് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതിപ്പോ ഏത് ആരാധനാ സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്നവരായാലും ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇപ്പൊ നോക്കൂ, അരൂപിയാണ് ഈശ്വരൻ എന്ന് പറയും, സ്നേഹമാണ് ഈശ്വരൻ എന്ന് പറയും, പ്രകാശമാണ് ഈശ്വരൻ എന്ന് പറയും. ഇത് കണ്ടവരാര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെയുള്ള ഇത് നോക്കുമ്പോൾ കണ്ടവര് പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അത്ര എന്തോ ഉള്ളതായിട്ടാണ് പറഞ്ഞത്. ഏകം തത്ത് വിപ്ര ബഹുധാ വദന്തി എന്ന് ഋഗ്വേദത്തിൽ പറഞ്ഞു. അപ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഭാരതത്തിൽ കാണാം ആയിരക്കണക്കിന് 30 കോടി ദൈവങ്ങളെ ആരാധിക്കുന്ന ആൾക്കാരുടെ മൗലിക ഗ്രന്ഥം ഋഗ്വേദത്തിൽ നോക്കിയാൽ ഏകമാണ് സത്യം. അത് പലതാണെന്ന് പലതരത്തിലുള്ള പണ്ഡിതന്മാർ പല രൂപത്തിൽ പറയപ്പെടുന്നു. ഏകം സത്ത് വിപ്ര പണ്ഡിതന്മാർ, കൂടുതൽ അറിവുള്ള ആൾക്കാർ, ഫിലോസഫേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം. വിപ്ര ബഹുദ, വിവിധ തരത്തിൽ വദന്തി പറഞ്ഞിരിക്കുന്നു. പക്ഷെ സത്യം എന്താ ഉള്ളത്? ഒന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഏകമായ ഒന്നിനെയാണ് നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ ആരാധിക്കാൻ വേറൊരു മാർഗത്തിൽ മനസ്സുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റാതെ കാണാനും തൊടാനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടാക്കി വെച്ചു. പക്ഷെ അതാണോ ഈശ്വരൻ എന്ന് വെച്ചാൽ അല്ല. ഇതാണ് യോഗയിലൂടെയുള്ള സങ്കല്പത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്, ഈ കാണായ ലോകത്തിന് അല്ലെങ്കിൽ കാണാത്ത ലോകത്തിലടക്കം ആ ഉള്ള ഊർജവിശേഷം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മളെക്കാളൊക്കെ അപ്പുറത്തൊരു ശക്തിവിശേഷമുണ്ട് എന്നൊരു ബോധം കൂടി ഉണ്ടാകണം എന്നാണ് യമനിയമത്തിൽ, യോഗയില് ഈ അഷ്ടാംഗത്തിലെ 2ാമത്തെ അംഗത്തിൽ പറയുന്ന നിയമം എന്ന് പറയുന്ന അല്ലെങ്കിൽ സോഷ്യൽ കോണ്ടക്റ്റിൽ പറയുന്നത്. എന്താ ചെയ്യാ, എനിക്ക് ഈ സമയമില്ലാത്തതുകൊണ്ട് വേറെ ഒന്നും എനിക്ക് വിവരിക്കാൻ പറ്റുന്നില്ല, ഞാൻ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. പിന്നെ മനഃശാസ്ത്രമായാലും നമ്മുടെ യോഗയായാലും സൈക്കോളജിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓർമ്മകൾ, മെമ്മറി വലിയൊരു സംഗതിയാണ്. ഷോർട്ട് ടൈം മെമ്മറി ഉണ്ടാവും, ലോങ് ടൈം മെമ്മറി ഉണ്ടാവും. അതുപോലെ പെരിഫറൽ മെമ്മറിയെ കുറിച്ച് നമ്മളൊരു പഠിപ്പിച്ചിട്ടുണ്ടാവും. അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് വരുന്ന കോർ മെമ്മറിയിലേക്ക് ബ്രെയിനിലേക്ക് വരുന്ന പ്രക്രിയകൾ ഉണ്ടാകും. ഇപ്പൊ എൻകോഡിങ്, മെമ്മറി എന്ന് പറയുമ്പോൾ ഓർമ്മയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനത്തെ നമ്മളൊന്ന് ഉദാഹരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻകോഡിങ് നടക്കണം, സ്റ്റോറിങ് നടക്കണം, റിട്രീവിങ് ഇൻഫോർമേഷൻ. ഇതിൽ കിട്ടി വെച്ചിരിക്കുന്ന, കുത്തിതറച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയുണ്ട്. അത് ഇപ്പൊ ഒരു ഫോൺ നമ്പർ ഒരാൾ ചോദിച്ചു അപ്പൊ തന്നെ വിളിച്ചു പറയും, OTP പറയാൻ പറ്റും അല്ലെ? ആ OTP കുറച്ച് സമയത്തേക്ക് മതി, ഇത് കഴിഞ്ഞാൽ OTP പോലും വേണ്ട. അതിനാണുള്ള 1 ടൈം പാസ്വേഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഷോർട്ട് ടൈം ആയിരിക്കും. പക്ഷെ ലോങ് ടൈമിലേക്ക് നമുക്ക് മെമ്മറി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മൾ അതുപോലെ പഴയ ഒരാളെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരാളെ, സ്ഥലം, അതുപോലെ പഴയതായിട്ട് നമ്മളൊരു സെന്റ്, ഒരു അത്തറ് നമുക്ക് മണപ്പിച്ച് കിട്ടുന്ന ഓർമ്മ, അതൊക്കെ ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സെക്കൻഡിൽ 35 കോടിയോളം ഇമ്പൾസസിനെ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്പീഡാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ പരം എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. മഹാകാളിയൊക്കെ ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് സംഗതി, അങ്ങനെ എത്രയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓർമ്മകളെ സൂക്ഷിച്ചു വെക്കാനും വേണ്ടാത്തതിനെ കാട്ടിക്കളയാനും മനസ്സിന് വലിയൊരു കാര്യം. അതിനിപ്പോ നമ്മുടെ ശരാശരി ആൾക്കാരെന്താ ഉണ്ടാവുക, ഒരു സാധാരണ ഒരു ശീലം എന്ന് പറയുന്നത് ഓർമ്മയെ ആവശ്യമില്ലാത്തതിനെ ഓർത്തിരിക്കും, ആവശ്യമുള്ളത് വേണ്ടേ. അപ്പൊ ആവശ്യമില്ലാത്തതിനെ കളയുകയും ആവശ്യമുള്ളതിനെ നിലനിർത്തുകയും ചെയ്യുന്ന, അത് ആവശ്യ നേരത്ത് ഇതൊക്കെ ഉപയോഗിക്കാനുമുള്ള, പ്രയോഗക്ഷമതയ്ക്ക് ആവശ്യമുള്ള ഒരു ഊർജമാക്കി എടുക്കാനും സാധിച്ചാൽ ഈ പറയുന്ന ഓർമ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് പ്രാണായാമത്തിലൂടെയും കാര്യങ്ങളും എക്സസൈസിലൂടെയൊക്കെ നമുക്കും ചില പ്രയോഗങ്ങളുണ്ട്. മനഃശാസ്ത്രം, തലച്ചോറിന്റെ ആ പ്രവർത്തനത്തിന് ഉള്ള ധാരാളം കാര്യങ്ങളും പസിൽസ് അടക്കം വരുന്ന കാര്യങ്ങളും ബുദ്ധിപരമായിട്ടുള്ള വ്യവഹാരങ്ങളൊക്കെ ഉണ്ട്.
അതാണ് അതിന്റെ സാമ്യത എന്ന് പറയുന്നത്. ഇത് മോഡേൺ ട്രെൻഡ്സ് ഇൻ സൈക്കോളജി ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്നില്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാണ്. റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു, നിയമത്തിൽ വരുന്നുണ്ട് മനഃശാസ്ത്രം, അത് അതിനു വേണ്ടി ഒരു ശാഖ തന്നെയുണ്ട്. അതുപോലെ ആരോഗ്യ മേഖലയിലേക്ക് അത് വരുന്നുണ്ട്, മാർക്കറ്റിംഗ് മേഖലയിലേക്ക് വരുന്നുണ്ട്, പാരന്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എൻ്റെ മകൻ അത് ചെയ്തില്ല, എൻ്റെ മകൻ ഇത് ചെയ്യില്ല, മകളതല്ല ഇതല്ല പറയണ അനുസരിക്കുന്നില്ല. 100,000 പരാതികളായിട്ടാണ് നമ്മൾ വരിക. രസം എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉപദേശമല്ല പിള്ളേർക്ക് ഇഷ്ടം, പിള്ളേരിന് മാത്രമല്ല പൊതുവെ. അപ്പൊ എങ്ങനെ ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കരുത് എന്നൊക്കെ നമ്മൾ തിരിക്കുമ്പോൾ ഈ പാരന്റിങ്, ബാഡ് പാരന്റിങ്ങും ഗുഡ് പാരന്റിങ്ങും ഉണ്ട്. പാരന്റ്സ് തന്നെ പല ഭാഗക്കാരുണ്ട്, ഡിക്റ്റേറ്റർമാരുണ്ടോ, ഞാൻ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞതാണ് ചെയ്താൽ മതി. അപ്പൊ കുറെയൊക്കെ അവർ ക്ഷമിക്കും, കുറെ കഴിഞ്ഞാൽ പോയി പണിയപ്പെടുമെന്ന് പറഞ്ഞു വിടും. ഇപ്പൊ എന്തോ ഒരു തരം പിള്ളേരൊക്കെ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ പുതിയ പുതിയ വാക്കുകളുണ്ട്, തന്ത വൈബ്. ഈ പാരന്റിനെ കുറിച്ച് പറയുന്നത് അച്ഛന്മാർ ഉപദേശിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് ഇപ്പൊ പുതിയ തലമുറ എടുത്തതെന്ന് തോന്നുന്നു. അങ്ങനെ പുതിയതൊക്കെ ഉണ്ട്, ധാരാളമുണ്ട്. അപ്പോ ഈ പാരന്റിങ്ങിൽ തന്നെ ഡിക്റ്റേറ്റർ ആണോ ഇപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു സ്വയം ഒരു ആത്മപരിശോധന നടത്തുമ്പോൾ എൻ്റെ സ്വഭാവം അല്ലെങ്കിൽ എൻ്റെ രീതികൾ ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ളതാണ്, ഞാൻ പറഞ്ഞാൽ കേട്ടാൽ മതി എന്ന് പറയുന്ന സ്റ്റൈലാണ്, ഒരു സ്വേച്ഛാധികാരിയായിട്ടുള്ള ഒരു സംഭവമാണ്. അതോ കരിഷ്മ, ഓ എൻ്റെ അച്ഛൻ അതാണ്, എൻ്റെ അച്ഛൻ ഇതാണ് എന്ന് പറയുന്ന ഒരു ആരാധന ഭാവത്തിലോടുകൂടി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ ബന്ധുക്കൾ, അല്ലെങ്കിൽ വീട്, ചിലർക്ക് തറവാട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, നീ എന്നെ തറവാടിനെ കുറിച്ച് പറയണ്ടെന്നൊക്കെ. അപ്പൊ ഇത് രസം എന്താന്ന് വെച്ചാല് ഈ ഒരു ബോധം ഈഗോയിൽ ഉണ്ട്, നമ്മുടെ മനഃശാസ്ത്രപരമായിട്ട് ഉണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കരിസ്മാറ്റിക്. ഇനി വേറെ ചില ആൾക്കാർ ഡെമോക്രാറ്റിക് പാരൻസ് ആണ്. എല്ലാവരോടും ഒരു കാര്യം അവതരിപ്പിക്കും, അതിൽ ഏറ്റവും കൂടുതൽ ആൾക്ക് അഭിപ്രായം ഉണ്ടായിരിക്കും, അതുകൊണ്ട് നടത്തിയാൽ മതി എന്ന് ആൾക്കുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷെ ആളെന്താ വെച്ചാൽ എല്ലാവരിലേക്ക് അത് ചോദിക്കും, മക്കളെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ, ഇന്നത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നമുക്കത് ചെയ്താലോ, ഓ അത് വേണ്ടാന്ന്, അത് ഈ ആഴ്ച വേണ്ട, നമുക്ക് പിന്നെ മതി, ഈ ആഴ്ച നമുക്ക് ഇത് ചെയ്യാമെന്ന് എല്ലാവരും കൂടി പറഞ്ഞു. അപ്പൊ ആൾക്ക് ആഗ്രഹം അതായിരുന്നെങ്കിൽ പോലും, എന്നാൽ അവിടെ എല്ലാവരും കൂടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെയും കൂടെ മാനിച്ചുകൊണ്ട് എന്നാൽ ശരിയാണ് പോകാം, പക്ഷെ അടുത്ത ആഴ്ച നിർബന്ധമായിട്ട് ഞാൻ പറഞ്ഞത് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഒരു കോംപ്രമൈസ് അല്ലാതെ ഒരു ഡെമോക്രാറ്റിക് രീതിയിലുള്ള ഒരു പാരന്റിങ് ഉണ്ട്. അത് കുട്ടികളായാലും ശരി, മുതിർന്ന ആൾക്കാരുടെ കുടുംബത്തിലായാലും നമ്മൾ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ അടുത്ത് ആരെങ്കിലും ഉപദേശമൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. കൗൺസിലിംഗ് സെഷനിലൊക്കെ ഇരിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വീട്ടിലൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ. പിന്നെയാണുള്ളത് ട്രാൻസ്ഫോർമേറ്റീവ് പാരൻസ്. നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കും? കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. ഈ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ ആജീവനാന്ത 1000 കൊല്ലമൊന്നും ഇല്ലല്ലോ, ഒരു കുറച്ച് കാലഘട്ടത്തിലേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാലോ എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥയിലും കാണും. പക്ഷേ ഓർക്കുക, ഒരു ദിവസം പെട്ടെന്ന് പ്രകൃതിയുടെ ഒരു അവസ്ഥയാണല്ലോ, നമ്മൾ ഇന്ന് വന്നു നാളെ പോയേ പറ്റൂ. അങ്ങനെ ഒരു പ്രത്യേക ഒരു അൺടൈംലി ഡിമൈസ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുവരെ ചെയ്തിരുന്നതൊക്കെ ഇന്നാളാണ്, ആ ആളില്ലാണ്ട് വരുമ്പോൾ ബാക്കി ആൾക്കാരാണ് ഇങ്ങനെ നിൽക്കുകയാണ്. അതും പാടില്ല. നമ്മളില്ലെങ്കിലും നമ്മളെക്കാൾ ഭംഗിയായി വീടിന്, വ്യക്തി എന്നുള്ള നിലയ്ക്ക്, കുടുംബം എന്ന നിലയ്ക്ക്, സമൂഹം എന്ന നിലയ്ക്ക്, രാഷ്ട്രം എന്ന നിലയ്ക്ക്, ലോകം എന്ന നിലയ്ക്ക് ഒക്കെ ഒരു മാനുഷികമായ ആ എന്തൊക്കെ വാല്യൂസും എന്തൊക്കെ പ്രോപ്പർട്ടീസും എന്തൊക്കെ ഫാക്കൽറ്റീസും ഉണ്ടോ അത് മുഴുവനും നിവർത്തിക്കാൻ ഒരു വ്യക്തി ഇല്ലാതെ പോയാൽ പോലും നിവർത്തിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പാരന്റിങ്, അതുകൂടി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും. ഇതിലേതാ വേണ്ടതെന്നുള്ളത് ഡിപ്പെൻസ്. നമ്മൾ വരുന്ന ആൾക്കാർ എങ്ങനെയൊക്കെ വരികയെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ സൈക്കോളജിയിൽ. അപ്പൊ ആ രീതിയിലൊന്നും നമുക്ക് ചിന്തിക്കാം. സിഗ്മണ്ട് ഫ്രോയിഡും സ്കിന്നറും ജെയിൻ ബെയാറ്റും കാൾ റോജേഴ്സും ആൽബർട്ട് ബന്ദുരാസ് ഒക്കെ നമ്മൾ കേട്ട് കാണും. ഇവരൊക്കെ ഇതിനു വേണ്ടി പോയി. എന്തായാലും മാത്രമൊന്നുമല്ല, 1000 പേര് പറയാനുണ്ടാവും. പക്ഷെ അതൊന്നും നമുക്ക് ഇപ്പൊ റെലവൻസ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്ന് നിർത്തുകയാണ്. പക്ഷെ ഈ ആൽബർട്ട് ബാൻഡുരാനെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതൊരു സാമൂഹികമായൊരു സോഷ്യൽ സയന്റിസ്റ്റിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് കേട്ടതല്ല ആൾക്കാർ വിശ്വസിക്കുക, കണ്ടതാണെന്നുള്ള ഒരു തിയറി അദ്ദേഹം എടുത്തു. ഈ ലേണിംഗ് തിയറിയിൽ വളരെയധികം പ്രധാനമാണ് ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്. കണ്ടതാണ് അവർ കാണുക. അപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ സാധാരണ ക്ലാസ്സിലൊക്കെ പറയുന്ന ഒരു സംഗതിയില്ല. ഒരു കുട്ടിയോട്
അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ സത്യസന്ധനാവണം, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം, നുണ പറയുന്നു. കുട്ടി തലയാട്ടി. അപ്പോഴാണ് ഒരു ഫോൺ റിങ് ചെയ്തപ്പോ ഈ കുട്ടി ചെന്നെടുത്തു. ആരാ? ഇന്നാളാണ്. അപ്പൊ ഉടനടി ഈ ആരാന്ന് അപ്പുറത്തൊന്നും ചോദിച്ചു. അപ്പൊ ഈ പേര് പറഞ്ഞു. സത്യത്തിൽ ആ സമയത്ത് ഇയാൾക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് വിളിച്ചതെന്നുള്ളതുകൊണ്ട് അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാം. ആ കുട്ടി പറഞ്ഞു അച്ഛൻ ഇവിടെ ഇല്ല. സത്യത്തിൽ അതിന് തൊട്ടു മുമ്പ് എന്താ പറഞ്ഞ ആ കുട്ടിയോട്? സത്യസന്ധനാവണം, നുണ പറയരുത്, ആരോടും നുണ പറയുന്നു. വിത്തിൻ ഷോർട്ട് ടൈം എന്താ ഉണ്ടായത്? ഒരു അനുഭവം, ആ കുട്ടിയുടെ അനുഭവത്തിൽ ആ അച്ഛനെ കുറിച്ചുള്ള ചിന്ത എന്തായിരിക്കും? അപ്പൊ കേട്ടത് ഒന്ന്, കണ്ടത് വേറെ. കാണുന്നതാണ്. അപ്പൊ മാതാപിതാക്കളെ കൃത്യമായി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കൾ. വഴക്കടിക്കുന്ന അച്ഛനമ്മ, മദ്യപിച്ചു വരുന്ന അച്ഛൻ, കഞ്ഞിയും കലവും ഒക്കെ എടുത്ത് തല്ലിക്കളയുന്ന ആൾക്കാർ, കിട്ടുന്ന വരുമാനത്തിൽ അപ്പുറത്തേക്ക് കടം വാങ്ങിയിട്ട് പൊങ്ങച്ചം കാണിക്കുന്ന മാതാപിതാക്കളുടെ, ആർഭാടം കാണിക്കുന്ന, ഡമ്പ് അങ്ങനെ എക്സർവൈ. ഞാൻ അതിന്റെ പറഞ്ഞതെന്ന് മുഴുവൻ പറയാനുണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് ലൈഫ് എക്സ്പീരിയൻസിലേക്ക് ഒന്ന് ചിന്തിക്കൂ. അവിടെയാണ് ആൽബർട്ട് ബൻഡുര പ്രാക്ടിക് സെൻസിൽ പറഞ്ഞു, കേട്ടതല്ല കണ്ടതാണ് പ്രധാനം. കണ്ടാണ് അനുകരിക്കുക, അല്ലാതെ വേറെ. അപ്പൊ ആര് പാരന്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ അയാൾ എങ്ങനെ ഇരിക്കണം? അയാൾ എന്ത് അരുതെന്ന് പറയുന്നുവോ അത് അയാൾ ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. പണ്ടൊരു സന്യാസിയായി രാമകൃഷ്ണ പരമഹംസന്റെ അടുത്താണ് കഥ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഒരു അമ്മയും മോനും വന്നിട്ട് പറഞ്ഞു, സ്വാമി, എൻ്റെ ഈ മകൻ എപ്പോഴും ശർക്കര തിന്നുന്നു, ഒന്ന് ഉപദേശിക്കൂ സ്വാമി. സ്വാമി പറഞ്ഞാൽ ഇവൻ കേൾക്കും. അപ്പോ സ്വാമി പറഞ്ഞ അടുത്ത ആഴ്ച വരൂ. അപ്പൊ ആ സമയത്ത് തിരക്കാണെന്നാണ് കരുതി അമ്മയും കുട്ടിയും പിന്നത്തെ പ്രാവശ്യം. അപ്പോഴും പറഞ്ഞ അടുത്ത ആഴ്ച വരൂ കേട്ടോ. തിരക്കായതുകൊണ്ടായിരിക്കും കണക്കാക്കി. മൂന്നാമത്തെ പ്രാവശ്യം വന്ന സമയത്ത്, മോനെ നീ ശർക്കര തിന്നരുത് കേട്ടോ. ഇത്രേ പറഞ്ഞുള്ളൂ. കുട്ടി ശരിയെന്നും പറഞ്ഞു. ഇപ്പൊ അമ്മ ചോദിച്ചു, എൻ്റെ സ്വാമി, ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ഇത്രയും ദൂരം ഞങ്ങൾ നടത്തേണ്ട കാര്യമുണ്ടോ? ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇത് ആദ്യം നിങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? സ്വാമി പറഞ്ഞു, മകളെ, അതിനെന്താ പ്രശ്നം? എന്താ? ഇടയ്ക്ക് ശർക്കര കിട്ടിയ തിന്നാറ്. ആദ്യത്തെ ഞാനിത് പറഞ്ഞ് ഇത് ഉപദേശിച്ച് വേണ്ടാന്ന് വെക്കാൻ ഞാൻ തീരുമാനിച്ചപ്പോഴും ശർക്കര തിന്നുന്ന എൻ്റെ ശീലം നഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാൻ മാറ്റിയിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് എങ്ങനെയാ ഉപദേശിക്കാൻ പറ്റുക? അതുകൊണ്ടാണ് ഞാൻ ഞാൻ അതിന് ശ്രമിച്ചു. പക്ഷെ അതിനിടയ്ക്ക് ഒരു ദിവസം ശർക്കര കിട്ടിയപ്പോൾ ഞാൻ കഴിച്ചു. അപ്പൊ അത് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കുക എന്നത് എനിക്ക് ഉറപ്പായാൽ മാത്രമല്ലേ മറ്റൊരാളോട് അത് പറയാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പൂർണ്ണമായിട്ടും അത് നിർത്തി. എനിക്ക് അവസരം കിട്ടിയപ്പോഴും ഞാനത് തിന്നില്ല. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് പറയുന്നു. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഈ കുട്ടിയോട് പറയാനുള്ള അർഹത ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ കേട്ടത് വേറെ, ശീലിക്കുന്നത് വേറെ. നാം അരുത് എന്ന് പറയുന്ന ഒരു കാര്യവും കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മളത് ചെയ്യാതിരിക്കുന്നതല്ലേ പ്രധാനം? സമാജത്തിൽ എല്ലാവരും കെട്ടുപോയി, സമാജം നശിച്ചുപോയി എന്ന് പറഞ്ഞ് സമാജത്തെ പഴിക്കുമ്പോൾ നാം എന്ത് ചെയ്തു? നമ്മുടെ വിരലുകൾ ഇങ്ങനെയൊന്നും വെക്കുക, ചൂണ്ടി വെക്കുക. നാം അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ നമ്മൾ അട്രിബ്യൂട്ടാണ്, നമ്മൾ ആരോപിക്കുകയാണ്. നീ കാരണം കൊണ്ട് ഇത് സംഭവിച്ചു, നീ കാരണം കൊണ്ട് ഇത് സംഭവിച്ചു, ആ ആള് കാരണം കൊണ്ട് ഇത് സംഭവിച്ചു, അത് കാരണം കൊണ്ട് ഇങ്ങനെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. 3 വിരൽ ആളുടെ നേരെ നിൽക്കണേ. നാം ഒരാളുടെ മുന്നിലേക്ക് ചൂണ്ടുമ്പോൾ 3 വിരലുകൾ ടുവാർഡ്സ് അസ്, നമ്മളിലേക്ക്. അപ്പൊ ആ സംഭവം നടക്കുന്നത് ഒഴിവാക്കണമെന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ 3 പ്രാവശ്യം അത് ഒഴിവാക്കാനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണമെന്നും കൂടി ഓർക്കുമ്പോഴാണ് ഞാൻ ഈ പർട്ടിക്കുലർ ഈ ആൽബർട്ട് ബൻഡുരയുടെ ആ ഒരു വികാരിയസ് മോഡൽ ഓഫ് ലേണിംഗ്, അതാണ് ആ ഒരു തിയറിയുടെ ഒരു ഭാഗം അതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൈക്കോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് പക്വമതികളായിട്ടുള്ള ധാരാളം മറ്റു ആൾക്കാർ ഒരു പക്ഷേ ഇതിലുണ്ടായിരിക്കാം. അവരൊക്കെ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ യോഗയുടെ പൊതുവായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ചുള്ള റിസർച്ച് പേപ്പറുകളും കാര്യങ്ങളുമാണ്. നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കാറുണ്ട്. എല്ലാവരും മാനസിക പിരിമുറുക്കുള്ള ആൾക്കാരുടെ ഏറ്റവും ആവശ്യം എന്താ? ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റാതെ, നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാതെ, നമുക്കൊരു സ്വസ്ഥതയുണ്ടോ? നമ്മളൊന്ന് ഒരു ആത്മപരിശോധന നടത്തി നോക്കൂ.
അപ്പൊ ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ ശവാസനം കിടന്നിട്ട് ശ്വാസത്തെ നിയന്ത്രിച്ച് പോസിറ്റീവ് ഇൻഫോർമേഷൻ കൊടുക്കും. ഞാൻ ഇന്ന ആളാണ്, എൻ്റെ വേദനകളോട്, എൻ്റെ അസ്വസ്ഥതകൾ പോകും, ഇങ്ങനെ ഇത് ഉപബോധ മനസ്സിനോട് പറയുന്ന പ്രക്രിയയും കൂടി ഉണ്ടല്ലോ. എന്താ യോഗയിൽ തലകുത്തി നിൽക്കൽ മാത്രമല്ല, ഇതും കൂടി നമ്മൾ ആവർത്തിച്ച് റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ എന്താ പറയാ നാഡീമിടിപ്പുകൾ, രക്തപര്യന വ്യവസ്ഥ, ശ്വാസത്തിന്റെ ആ ഒരു അവസ്ഥ, ശ്വാസോച്ഛ്വാസം നിയന്ത്രിതമായിരിക്കുന്നു. നമ്മളൊരു വിശ്രമാവസ്ഥയിൽ, ഒരു ഹിപ്നോട്ടിക് ട്രാൻസിൽ നമുക്ക് എന്താ ചെയ്യുക, പരിപൂർണ വിശ്രമാവസ്ഥയിലാണ് നിങ്ങളെന്ന് പറയുമ്പോൾ ആ സംഘർഷമൊക്കെ മാറി ഒരു കാമിനെസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അതൊക്കെ യോഗയുടെ കൂടി സംഗതിയാണ്. ഇതൊക്കെ അതിന്റെ ഫിലോസഫിയാണ്. പിന്നെ എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 10 ഗ്രൗണ്ട് ഓടിയിട്ട് വരേണ്ടെന്ന് ആവശ്യമില്ല. മിതമായ വ്യായാമങ്ങളിലൂടെ വലിയ എയറോബിക്സ് ചെയ്ത് നമ്മൾ ഊർജം ചെലവഴിക്കുകയല്ല ചെയ്യുന്നത്, ഊർജത്തെ നിലനിർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഓക്സിജൻ ഒന്നും നമുക്ക് ചെലവാക്കേണ്ട കലോറിഫിക് ആയിട്ടുള്ള സാധനമുണ്ട്. ഒരു ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ എത്രയോ കലോറി ഉപയോഗിച്ച് തീർത്ത് അത്രയും തന്നെ ഇൻടേക്ക് ചെയ്യും. ഇതിൽ അതൊന്നുമില്ല. മിതമായ ആഹാരവും മിതമായിട്ടുള്ള ചില സ്റ്റാൻഡിങ്, സിറ്റിംഗ്, അതുപോലെ സ്വഭാവം, മലർന്നു കിടന്ന്, കമന്ന് കിടന്ന്, ട്വിസ്റ്റ് ചെയ്ത് ഒക്കെയുള്ള സംഗതികളേ ഉള്ളൂ. ഒരു 10-20 നമുക്കിത് പഠിക്കാനായിട്ട് ഏറി വന്നാലൊരു 2 ആഴ്ചക്കാലം ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു 3 മാസക്കാലം നമുക്ക് ഓൺലൈനിലായാലും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ പഠിച്ചവന്റെ കൂടെ നിന്നിട്ട് പഠിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും വെട്ടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തപ്പോൾ നട്ടലുവേദനയുള്ള ഒരാള് കുഞ്ഞു എന്ന് പറയുമ്പോൾ അയാൾക്ക് പ്രൊലാപ്സ് ആണോ, അയാൾക്ക് ഷ്രിങ്കേജ് ആണോ, അയാൾക്ക് സ്കാറ്റിയ എന്ന് പറഞ്ഞിട്ടുള്ള ഞരമ്പുകൾ കാലിന്റെ ഇടയിലൂടെ പോയിട്ട് അമങ്ങുന്നതാണോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം. കഴുത്തിന്റെ സ്പോണ്ടലൈറ്റിസ് ആണോ, എല്ല് ഒടിഞ്ഞു പോയിട്ടുള്ള അപകടം കൊണ്ടാണോ, വീഴ്ചയിലുണ്ടായ ആഘാതം കൊണ്ട്, ഇങ്ങനെ എത്ര കാരണങ്ങളുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരു യോഗ സെന്ററിൽ ചേർന്നിട്ട് എല്ലാവരും കുനിഞ്ഞു നിൽക്കൂ, എല്ലാവരും ശക്തിയായിട്ട് സൂര്യനമസ്കാരം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരോടൊക്കെ എനിക്ക് സഹതപിക്കാൻ മാത്രമേ പറ്റൂ. ഓരോരുത്തർക്ക് വൺ സെറ്റ്, അതായത് ഓരോരുത്തർക്ക് അനുഗുണമായ രീതിയിലാണ്. ഇതൊരു ഗ്രൂപ്പല്ല. ഒറ്റയ്ക്ക് എത്രമാത്രം സാധിക്കും, ആസ് മച്ച് ആസ് വി ക്യാൻ, അല്ലെങ്കിൽ ആസ് മച്ച് ആസ് ഐ ക്യാൻ എന്നുള്ളൊരു സംഗതിയാണ് ഇതിലുള്ളത്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ തലത്തിലാണ് മാനസികമായിട്ടുള്ള സംഗതിയും ഇതിലുണ്ടാവുക. അതനുസരിച്ച് നമുക്ക് കുറേശ്ശെ സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിലേക്കാണ് ഇതിന്റെ പ്രവർത്തനത്തിന്റെ ഓരോ തലത്തിലും പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ അതിന്റെ ഫിലോസഫിയാണ്. സാങ്കേദർശനങ്ങളും കാര്യങ്ങളും ഇന്നിപ്പോ നമ്മുടെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഇതല്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇത് ഞാൻ യോഗ അധ്യാപകർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുമ്പോൾ ബുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്, ജീവനുണ്ട്, മോക്ഷമുണ്ട്. ഇതൊക്കെ യോഗയുടെ ചില പ്രത്യേകമായിട്ടുള്ള ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള സംവിധാനമാണ്. ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ ഇരുന്നാലേ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ചെയ്യാം, പത്മാസനത്തിലിരിക്കാം, ഇല്ലേ വേണ്ട. കാരണം അത് മെഡിറ്റേറ്റീവ് ആസനങ്ങളിൽ ഈ കൈ ചിന്മയത്തിൽ വരുമ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടൽ കോർട്ടക്സിൽ എന്താ പറയാ തലാമസും ഹൈപ്പോതലാമസും ഹിപ്പോ ക്യാമ്പസും ഓർമ്മയെയും സ്വഭാവത്തെയും നമ്മളാക്കി നിർത്തുന്ന സാമൂഹിക ജീവി എന്നുള്ള നിലയ്ക്ക് നമ്മളെ നിയന്ത്രിക്കുന്നതായിട്ടുള്ളത് അനേകായിരം ന്യൂറോൺസുമായി ബന്ധപ്പെടുന്ന ഒരു ചിന്ത ഒരു ഭാഗമാണ് ഇത്. അതുകൊണ്ടാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ പത്മാസനത്തിലിരുന്ന് നമ്മൾ ധ്യാനിക്കുന്ന സമയത്തുള്ള ആ ഒരു ചിന്മുദ്ര അല്ലെങ്കിൽ ധ്യാനമുദ്ര എന്നൊക്കെ പറയാനായിട്ടുണ്ടായ കാരണം. ഇതൊക്കെ പഞ്ചഭൂത സിസ്റ്റാണ്. അതൊക്കെ അതിന്റെ ഫിലോസഫിക്കൽ സംഗതിയാണ്. ഞാൻ അതിനെ മാറ്റുകയാണ്. ഈ സ്ട്രെസ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ യോഗ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ധാരാളം MRI സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ റിസർച്ചിൽ വന്നുപെട്ടിട്ടുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് യോഗയിൽ വരുന്ന സമയത്ത് ബാക്ക് പെയിൻ ആയാലും ഗുഡ് ഹെൽത്തിനായാലും ഫിസിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മെന്റൽ ഹൈജീനിക്കിനായാലും യോഗ ചിലതൊക്കെ കുറയ്ക്കുന്നു, യോഗ ചിലതൊക്കെ നമുക്ക് ഉണ്ടാക്കി തരികയും ചെയ്യുന്നതിനെ കുറിച്ചാണ് റിസർച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ യോഗിയുടെ ഭക്ഷണത്തെ കുറിച്ചും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടി വരും അല്ലേ? എത്രയ്ക്ക് നിർത്തണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിക്കണം. ഇങ്ങനെ എല്ലാ തിരക്കിന്റെ ഇടയിലാണ് നമുക്ക് ഇപ്പൊ ചെലവഴിക്കാൻ സാധിച്ചത്. ഇനിയുണ്ടല്ലോ ദിവസം. ഇത് മുഴുവൻ ഇന്നത്തോടുകൂടി നിർത്തുകയല്ല. ഇനിയും നമ്മുടെ സമയവും സന്ദർഭം അനുസരിച്ച് ഇതിൽ തന്നെ
ഇത് തന്നെ ആവർത്തിച്ച് കുറേയൂടെ നല്ല ക്ലാരിറ്റിയിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കാം. അപ്പൊ നോക്കൂ, യോഗയുടെ ആയാലും സൈക്കോളജിയുടെ ദൈനംദിന ജീവിതത്തിലെ ഡേ ടു ഡേ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വാദം ചെയ്യുന്നത്. ലോകമാസകലം ഉണ്ടെങ്കിലും ഭാരതത്തിലെ 142 കോടി ജനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ജീവിത ശൈലി രോഗങ്ങൾ തന്നെയുണ്ട്. 33 എന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും അറിയാലോ, പ്രഷർ, പ്രമേഹം, ഒബീസിറ്റി, അങ്ങനെ കുറെ കാറ്റഗറൈസേഷൻ വരാൻ പറ്റും. ജീവിത ശൈലി കൊണ്ട് മാത്രം 14 തരം ക്യാൻസറുകൾ ഉണ്ടെന്നാണ് വിഷഗ്വരന്മാരോ ഓങ്കോളജിസ്റ്റൊക്കെ ഇപ്പൊ പറയുന്നത്. അപ്പോൾ ഒരുമാതിരി രോഗത്തിന്റെ അതിനു മുമ്പ് ഉറക്കക്കുറവ്, ദഹനക്കുറവ്, അങ്ങനെ നമ്മുടെ സ്വാധികയായ്മ, മലബന്ധം തുടങ്ങിയിട്ട് എത്രയോ ഉണ്ട് ഇങ്ങനെ പറയാൻ. അവിടെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സൈക്കോളജിക്കല് മാനസിക പിരിമുറുക്കമുള്ള ഒരാൾക്ക് ഉറക്കം കിട്ടില്ല, ഉറക്കമില്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയും, അയാൾക്ക് അസുഖങ്ങൾ വരും, അയാൾക്ക് കൃത്യമായി കർമ്മശേഷി ഉണ്ടാവില്ല, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല, അയാൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, അയാൾ ചിലപ്പോൾ ഷോർട്ട് ടെമ്പറിങ് ആയിരിക്കും. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം, ഈ ഇത്രയും ശീലങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ സമാജം നശിക്കാൻ വേറെ വല്ലതും വേണം. അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയെ കാണുമ്പോൾ ലൈംഗികമായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തില് മയക്കുമരുന്ന് അടിച്ചവർ മാത്രമൊന്നുമല്ല, കള്ളുപിടിച്ചവർ മാത്രമൊന്നുമല്ല, അല്ലാത്തവരും ചെയ്യണില്ലേ. എത്രയോ വയസ്സായ ആൾക്കാർ ഇതെല്ലാം വേണ്ടാന്ന് നിയന്ത്രിക്കുന്ന പക്വതമതികൾ പോലും കുട്ടികളെ ആക്രമിച്ചതിന് പോക്സോ കേസ് വരുന്നത് എന്തുകൊണ്ടാണ്? അത് മാത്രമല്ല, കളവ്, ആഗ്രഹങ്ങൾ, എനിക്കില്ലാത്തതൊക്കെ മറ്റൊരാൾക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയ, അങ്ങനെ എല്ലാ തരത്തിലുള്ള മാനസിക അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ യോഗയുടെ മാർഗവും സൈക്കോളജിയുടെ മാർഗത്തിലും നമുക്ക് എല്ലാവരോടും കോമൺ ആയിട്ട് ഉപദേശിക്കാൻ പറ്റുന്ന ഒരു സംഗതി 5 ക്യാപിറ്റൽ P അവരെ ഉപദേശിച്ചു കൊടുക്കുക. സിമ്പിളായിട്ട്. ഒന്ന്, പ്രോപ്പർ ഡയറ്റ്. അത് സാത്വികമായിരിക്കണം, ദഹിക്കാവുന്നതായിരിക്കണം, ആരോഗ്യകരമായിരിക്കണം, ശുചിത്വമുള്ളതായിരിക്കണം, സൈഡ് എഫക്റ്റ് കുറയുന്നതായിരിക്കണം. അമിതമായി ഇത് വലിച്ചു വാരി കഴിച്ചതിന് ശേഷം പിന്നെ ചാവുന്ന വിധത്തിലേക്ക് നമ്മുടെ ഫുഡ് പോയിസൺ ഒക്കെ കിട്ടുന്ന വിധത്തിലാവരുത്, ഡൈജഷൻ പ്രോഗ്രാം ഉള്ളതാവരുത്. ഇങ്ങനെ അനവധി, ഇങ്ങനെ ഉറക്കം കിട്ടാത്ത രീതിയിലുള്ള സാധനങ്ങളാവരുത്, വയറുമുട്ട കഴിച്ചിട്ട് പിന്നെ എവിടെ കിടന്നുറങ്ങാനാണ്, അങ്ങനെയുള്ളതാണ്. അപ്പൊ മിതവും ഹിതവുമായിട്ടുള്ള ആഹാരം, പ്രോപ്പർ ഡയറ്റ്. അതിനോടൊപ്പം നല്ല പോലെ ശുദ്ധജലം ഒരു 3 ലിറ്റർ 3.5 ലിറ്റർ വീതം ശാരീരികമായിട്ടുള്ള തൂക്കത്തിന്റെയും പ്രായത്തിന്റെയും കിഡ്നിയുടെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. അതിലൂടെ ഒരു 10-20 അസുഖങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ പ്രോപ്പർ വെള്ളം കുടിച്ചാൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുകയല്ല, ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുകയല്ല, അല്ലാത്ത ഇടവേളകളിൽ ടോട്ടൽ ഇത്ര ശരീരത്തിന് 25 കിലോ ഉള്ള ഒരു വ്യക്തി 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ നമുക്കൊരു 10-75 കിലോ ഉണ്ടെങ്കിൽ മിനിമം ഒരു 3 ലിറ്റർ എങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രോപ്പർ എക്സസൈസ്. ചാടി മറിഞ്ഞ് മസിലിനെ പെരുപ്പിക്കുന്നത് മാത്രമല്ല എക്സസൈസ്. എന്നിട്ട് ആരും അറിയാതെ നടന്ന് അങ്ങനെ പോയി ആരോ അറിയാണ്ട് തിരിച്ചു വന്നു, അതും നടത്തമെന്നാണ് പറയാ. സമയം പോയി എന്നുള്ളതാണ്, പക്ഷെ വ്യായാമത്തിന്റെ ഗണത്തിൽ അത് പെടില്ല. അപ്പോൾ മിതവും ഹിതവുമായിട്ടുള്ള ആഹാരം, മിതവും ഹിതകരവുമായ ഓരോരുത്തരുടെ ആരോഗ്യത്തിനനുസൃതമായ ഉന്മേഷദായകമായുള്ള വ്യായാമം, ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ബ്രീത്തിങ്, ഓക്സിജൻ ഇൻടേക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലേക്കുള്ള ആ ഒരു സിസ്റ്റം, പോസിറ്റീവ് തിങ്കിങ്, എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം എല്ലാത്തിനെയും നമുക്കൊരു ഗുണാത്മകമായിട്ട് ചിന്തിക്കുന്ന ഒരു മനസ്സ്, അപ്പൊ തന്നെ നമ്മൾ വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറിക്കാൻ. പ്രോപ്പർ റിലാക്സേഷൻ, നമ്മളൊന്ന് സ്വസ്ഥമാകാൻ, നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുന്ന പ്രവർത്തനത്തിൽ സുഖമായിട്ട് 6 മണിക്കൂർ കിടന്നു പറഞ്ഞു. പക്ഷെ ആ സമയത്താണ് മിക്കവാറും ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഏറ്റവും കിടക്കുന്ന സമയത്താണ് റീൽസ് കണ്ട് 1 മണിയൊക്കെ ആയാലും, അപ്പൊ മസ്തിഷ്കം വേറെ രീതിയിലേക്കാണ് അതിനെ ആ ഒരു ഇമ്പൾസസിനെ എടുക്കുക. അപ്പൊ ഉറങ്ങുന്ന സമയമായില്ല എന്ന ധാരണയിൽ അസമയത്തുള്ള ഭക്ഷണം, അസമയത്തുള്ള ഉറക്കം, അസമയത്തുള്ള എഴുന്നേൽക്കൽ, ഇതൊക്കെ ജീവിതത്തിലെ ശൈലികൾ മാറുകയും ജീവിത ശൈലി രോഗങ്ങളിലൂടെ അതിന്റെ മരുന്ന് കഴിക്കുന്നതിലൂടെ കോംപ്ലിക്കേഷനിലൂടെ നിത്യരോഗിയായി ഈ ലോകത്ത് ജീവിക്കേണ്ടത്. അപ്പൊ ഇത് ഒഴിവാക്കാനാണ് യോഗ പറയുന്നത്. ഇതിനു വേണ്ടി നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സൈക്കോളജിയുടെയും ഉദ്ദേശ ലക്ഷ്യം. നല്ല വ്യക്തികളെ, നല്ല സമൂഹത്തെ
നല്ല കുടുംബ ബന്ധത്തെ, നല്ല ലോകത്തെ ഒരു സൃഷ്ടിക്കാനായിട്ടുള്ള പ്രവർത്തനത്തിന്റെ രണ്ട് വഴികളിൽ നിന്നും ഒരേ വഴിയിലൂടെ മുന്നോട്ട് ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്ന രണ്ട് മാർഗങ്ങളായിട്ടാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ അതിൻ്റെ എന്താ പറയാ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള യോഗ സംബന്ധമായ ഒരു വിഷയം എനിക്ക് തരുമ്പോൾ ഞാൻ അതിൽ ഇത്തരം കാര്യങ്ങൾ കൂടി വിശദീകരിക്കാൻ സാധിക്കും. കാരണം ഇത് യോഗ അധ്യാപകർക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്ന ഒരു ക്ലാസിന്റെ ഭാഗമായതുകൊണ്ടാണ്. പിന്നെ അത് സ്ലൈഡ് കളയണ്ടെന്ന് കരുതിയിട്ട് മാത്രമേ ഉള്ളൂ. സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് കുറേയും കൂടെയൊക്കെ ഞാൻ ചെയ്യും ചെയ്യാം. അഷ്ടാംഗ യോഗത്തെ കുറിച്ച് ഒരു മിനിറ്റ് കൊണ്ട് പറയും. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഇതാണ് 8 അംഗങ്ങൾ. ഇതാണ് അഷ്ടാംഗ യോഗം. ഇതിനെ രാജയോഗം എന്നും കൂടെ പറയും. കാരണം യോഗ സിസ്റ്റത്തിൽ അനവധി യോഗ സിസ്റ്റം ഉണ്ട്. അതിൽ ഏറ്റവും രാജകീയമായ കിങ് സിസ്റ്റമാണ് യത്നം. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലത്തിൽ നമ്മളുടെ ആ ആത്മീയ ശക്തിയും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ആ ഈശ്വരീയ ശക്തിയും ചേരാൻ സാധിക്കുന്നതാണ് എന്ന് തെളിയിക്കുന്ന ഒരു മാർഗത്തിന്റെ ഭാഗമാണ് 8 അംഗങ്ങളിലൂടെ, 8 മാർഗങ്ങളിലൂടെ, അല്ലെങ്കിൽ അഷ്ടാംഗമാർഗം. അതിലൂടെ ഈ പതഞ്ജലിയുടെ ഈ സൂത്രങ്ങളിൽ 195 പെടുത്തിയിരിക്കും. അതിൽ യമ നിയമത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെയാണ് യോഗാസനം, ഈ ബോഡി പോസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ വരുന്നത്. ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തെയും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെയും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെയൊക്കെ നിയന്ത്രിക്കപ്പെടുന്ന വിധത്തിലേക്കുള്ള പ്രാണായാമം ആ ഒരു ക്രമങ്ങളുണ്ട്. പിന്നെ പ്രത്യാഹാരം എന്ന് ഞാൻ പറഞ്ഞ ഇന്ദ്രിയങ്ങൾ, കണ്ണുകൊണ്ട് കാണേണ്ടാത്തത് കാണുകയും കേൾക്കേണ്ടാത്തത് കേൾക്കുകയും രുചിക്കേണ്ടാത്തത് രുചിക്കുകയും മണക്കേണ്ടാത്തത് മണക്കുകയും സ്പർശിക്കേണ്ടാത്തത് സ്പർശിക്കുകയും ചെയ്യാം. അപ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ അല്ലാത്തതായി തീരാം. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് പിൻവലിച്ചു എന്നിരിക്കട്ടെ, ഒന്നും വേണ്ട. അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു പേഴ്സണാലിറ്റിയുടെ സിസ്റ്റം വേറെ ഉണ്ട്. അപ്പൊ അനാവശ്യമായിട്ട് ഒരാളെ നോക്കുകയോ അനാവശ്യമായിട്ട് ഒരാളെ സ്പർശിക്കുകയോ അനാവശ്യമായിട്ട് ബലാത്സംഗം ചെയ്യാൻ തോന്നുകയോ അനാവശ്യമായിട്ട് ഒരാളെ കുത്തിക്കൊല്ലാൻ തോന്നുകയോ ചെയ്യില്ല. അപ്പൊ ഈ അഷ്ടാംഗത്തിലെ ഈ പ്രത്യാഹാരം എന്നത് ശീലിച്ചു കഴിഞ്ഞാൽ സ്വയം നിയന്ത്രിക്കാൻ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ, ഇന്ദ്രിയങ്ങളെ എല്ലാത്തിനും ഭാഗ്യമായ ചേഷ്ടകളിൽ നിന്നൊക്കെ മാറ്റി ഏകാഗ്രമാക്കാൻ സാധിക്കണം. അതിനുശേഷം കിട്ടുന്നൊരു ഭാഗമാണ് ധാരണ. അത് ശീലിക്കണം. അപ്പൊ ഞാൻ എന്താണ്, എങ്ങനെയാണ്, എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, എൻ്റെ ആരാധന എന്താണ്, ഇങ്ങനെ എല്ലാം അതിലേക്ക് വരുന്നു. അതിൽ നമ്മൾ അങ്ങോട്ട് നിമഗ്നം ധ്യാനിക്കുക, മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷന്റെ അപ്പുറത്ത് നാം എന്തിനെയാണോ ധ്യാനിക്കുന്നത്, ധ്യാനം വസ്തുവും ധ്യേയമായിരിക്കുന്ന അവസ്ഥ സമസ്ഥിതിയിൽ നമ്മൾ എത്തിക്കുകയും നാം എന്തിനെയാണോ ആരാധിച്ച് വരുന്നത് അവരും ഞാനും വ്യത്യസ്തമല്ലാത്തൊരനുഭൂതിയിലേക്ക്, ആ വിശേഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ജീവിച്ചിരിക്കുമ്പോഴാണ് സമാധി, അല്ലാണ്ട് ഈ മരിച്ചതിന് ശേഷം ഇരുത്തി കുഴിച്ചിടുന്നതല്ല സമാധി, യോഗ സമാധി. അപ്പൊ ഇത് നമുക്ക് അനുഭവിക്കാനും ആ സന്തോഷം, ആ ബ്ലിസ്ഫുൾ കണ്ടീഷൻ അനുഭവിക്കാനും സാധിക്കും. പ്രപഞ്ചത്തിലെ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളുടെ മേലെ അത് അനുഭവിക്കുന്ന ആ ഒരു അനുഭൂതിയിലേക്ക്, ആ മാനസിക തലത്തിലേക്ക് എത്തുന്നു. സൈക്കോളജിയുടെ ഒരു ഭാഗം അതാണ്. മനസ്സിന്റെ ഏറ്റവും വലിയ ആ ബിഹേവിയറൽ പാറ്റേണിലേക്ക് ഉറപ്പിച്ചു നിൽക്കുന്നു. അത് തന്നെയാണ് ചിത്തവൃത്തികളെല്ലാം മാറി സ്ഥിരമായി അതിനെ നിർത്തുന്ന സമയത്ത് യോഗയാണ്. യോഗമായ ദ യൂണിയൻ ഓഫ് സെൽഫ് കോൺഷ്യസ്നെസ് ടു ദ സുപ്രീം കോൺഷ്യസ്നെസ് എന്ന തലത്തിലേക്ക് എത്തുന്നു. ഈ കോൺഷ്യസ്നെസ്സിന്റെ പഠനം തന്നെയാണ് സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സങ്കീർണമായിട്ട് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കണം. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഷോർട്ട് ഫോമിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ നന്നായി. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോ എല്ലാവരും എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. നമുക്ക് പറ്റുന്ന വിധത്തിലൊക്കെ ഇതാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു 100 പേരുടെ ഒരു ക്യാമ്പ് കോഴിക്കോട് സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇതിലൊരു 10 എണ്ണം, ഈ പ്രാണായാമത്തിലൊരു 3 എണ്ണം, നിന്നുകൊണ്ടൊരു 5 എണ്ണം, ഇരുന്നുകൊണ്ടൊരു 5 എണ്ണം, കമന്നിടുന്നുകൊണ്ടൊരു 3 എണ്ണം, മലർന്നിടുന്നുകൊണ്ടൊരു 3 എണ്ണം, ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 2 എണ്ണം,
ഒരു 3 പ്രാണായാമം, കുറച്ച് മുദ്രകൾ, പിന്നെ റിലാക്സേഷൻ ടെക്നിക്ക്, പിന്നെ കുറച്ച് കപാലഭാതി പോലുള്ള ക്ലൻസിങ് എഫക്റ്റീവ്, ഈ ശ്വാസം മുട്ട അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അത് കുറയ്ക്കാൻ. ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു ക്യാമ്പ് നിങ്ങൾ നമുക്ക് സംഘടിപ്പിച്ച് തരാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ, ഇപ്പൊ ഈ പടമൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട്, ഇത് മുഴുവൻ ചെയ്യിക്കലല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റുന്ന കസേരയിൽ ഇരുന്നിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ, ആ ഒരു രീതിയിലേക്ക് നമുക്ക് ചെയ്യാമെന്നുള്ളൊരു വാക്കും കൂടി ഞാൻ തരികയാണ്. മുദ്രകൾ നേരത്തെ പറഞ്ഞ പോലെ കൈകൾ കൊണ്ട് ഹസ്തമുദ്രയുണ്ട്, അങ്ങനെ പല സിസ്റ്റം ഉണ്ട്. അതില് വായുമുദ്രയുണ്ട്, മനോമുദ്രയുണ്ട്, കായമുദ്രയുണ്ട്, ബന്ധയും ലോകവും ഒക്കെ ഉണ്ട്, ആധാരമുദ്രകളുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് യോഗാസനം ചെയ്യാതെ തന്നെ ഈ പറഞ്ഞ ഗുണങ്ങൾ കിട്ടുന്ന കുറെ ടെക്നിക്സും ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയം ഓൾമോസ്റ്റ് 2 മിനിറ്റ് കൂടിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഒരു കൃത്യനായിട്ടല്ല ഇത് നിർത്തണം. കാരണം നമുക്ക് എന്തിനും ഒരു എൻഡ് അല്ലല്ലോ, നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട് എന്നൊരു പ്രത്യാശയോട് കൂടി ഞാൻ ഈ ഇരുട്ടിന്റെ ഒരു ഭാഗത്ത് ഈ ഒരു ചെരാത് അല്ലെങ്കിൽ കൊച്ചു വിളക്ക്, കൈവിളക്ക് വെക്കാനുണ്ടായ കാരണം, നമ്മൾ അത്രമാത്രം സൂര്യ തേജസ്സോട് കൂടിയിട്ടുള്ള പ്രകാശമൊന്നും അല്ല ഇപ്പൊ തന്നെന്ന് എനിക്കറിയാം. പക്ഷെ കവി പാടിയതുപോലെ ഒരു കൊച്ചു കൈത്തിരി കത്തിച്ചു വെക്കുവിൻ, പെരുകുമിരുട്ടിൻ ഗുഹാന്തരത്തിൽ, അതിൽ നിന്നൊരായിരം പൊന്തീപനാളങ്ങൾ ഉണരട്ടെ പുലരട്ടെ പുണ്യപൂര. വലിയൊരു ദീപസ്തംഭം കത്തിക്കണമെങ്കിൽ ഒരു കൊച്ചു ചെരാതിൽ നിന്ന് മാത്രമേ അത് പകരാൻ സാധിക്കൂ. അപ്പൊ ഞാൻ എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുള്ള മറ്റു ധാരാളം എൻ്റെ കൊച്ചറിവിൽ നിന്നും എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ അതൊരു കൊച്ചു തിരി നിങ്ങളുടെ മുന്നിൽ തരാണ്. നിങ്ങളുടേതായ രീതിയിൽ അതിനെ വളർത്തുക, അത് ഏറ്റവും നല്ല രീതിയിൽ പ്രകാശപൂർണമായി, വലിയൊരു കാട്ടുതീയായിട്ട് കാര്യമില്ല, അതാർക്കും ഉപകാരമില്ല. ഈ കൊച്ചു തിരിയുടെ വെട്ടത്ത് കിട്ടുന്ന ഇരുട്ടെങ്കിലും മാറി നല്ല വെളിച്ചം എല്ലാവരും കൈത്തിരി വെക്കുമ്പോൾ വലിയൊരു പ്രകാശത്തിന്റെ, ആ ഒരു ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് തീരും. അതിന് മനഃശാസ്ത്രവും യോഗയും ഒക്കെ നമ്മളെ സഹായിക്കാനുള്ള ഘടകങ്ങളാണെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾ ഈ ചർച്ചയുടെ അടിസ്ഥാനം. അതുകൊണ്ട് എല്ലാവർക്കും നന്മ നേരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഹലോ, കേൾക്കുന്നുണ്ടോ? സർ, മൈത്രേയി ക്ലാസ് നമ്മൾ കരുതാറുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്, എത്ര ഭംഗിയായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, എത്ര വളരെ വളരെ ഇതായിട്ട് മൈത്രേയി മാം ഞങ്ങൾക്ക് MSc ഒക്കെ എടുത്തു തന്നിട്ടുണ്ട്. അപ്പം ഇപ്പൊ അത് എവിടുന്നാണ് വന്നത് എന്ന് ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നു. സാറിന്റെ അതേ ഒരേ ഒരു നമുക്ക് ഉള്ളിലേക്ക് എത്തുന്ന തരത്തിൽ പറഞ്ഞു തന്നതിന് പ്രൗഡ് മൂമെന്റ് ആണ് ഗൈസ്, പ്രൗഡ് മൂമെന്റ് ആണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? മൈൻഡ് വളരെ നല്ല സെഷൻ ആയിരുന്നു. ഒരുപാട് നന്ദി. ഭയങ്കര റിലാക്സ്ഡ് ആയി. ഓക്കെ. അപ്പൊ അച്ഛൻ്റെ ഒരു ഇതനുസരിച്ച് അച്ഛൻ 1.5 മണിക്കൂർ ഒന്നും ആവില്ല എന്ന് എനിക്ക് നല്ലോണം അറിയായിരുന്നു. പക്ഷെ നമുക്കൊരു സ്റ്റാർട്ടിങ് വേണമല്ലോ, നിങ്ങൾക്ക് എത്രത്തോളം ഇൻഫോർമേറ്റീവ് ആണ്, അല്ലെങ്കിൽ നമുക്ക് സബ്ജക്റ്റിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ട്, നമ്മുടെ ഇപ്പോ നമ്മൾ ഇഗ്നോ സ്റ്റുഡൻസിന് നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തത്. അപ്പൊ സബ്ജക്റ്റ് നമ്മൾ കുറച്ച് ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നത്. എന്നാലും ഞാൻ പറഞ്ഞു, ജനറൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു ഡിസ്കഷൻ പോലെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ഓ, പറഞ്ഞോളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇത്രയും സയന്റിസ്റ്റുമാരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു പോകുന്നതല്ലാതെ ഒരു ഓവറോൾ ആയിട്ട് വേറെ എവിടുന്നും സത്യത്തില് ഇങ്ങനെ ക്ലാസ് ഞാൻ കേട്ടിട്ടില്ല. ഞാനൊരു തുടക്കക്കാരി ആയിരിക്കാം. ഞാനിപ്പോ ഒരു 3rd year സ്റ്റുഡന്റ് ആണ്. പക്ഷെ പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേക്കും എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും കുറേയൊക്കെ തപ്പി പിടിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ വായിക്കണമെന്ന് തോന്നുമ്പോഴും, പക്ഷെ എന്നാലും ഈ ടെക്സ്റ്റ് അങ്ങ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും തോന്നുക ഇത് ഒരുപാട് അങ്ങ് വായിക്കണം, ഒരുപാടങ്ങ് മനസ്സിലാക്കണം, ഇതൊന്നും പോരല്ലോ, ഇനി എന്ത് ചെയ്യും, ഇനി എക്സാം കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് മടക്കി പോയാലും മടക്കി അങ്ങ് വെക്കുമല്ലോ നമ്മള്, പിന്നീട് അതൊന്ന് തുറക്കാൻ കൂടിയിട്ട് കൂട്ടാക്കുവോ എന്നൊക്കെയുള്ള ഓരോ ചിന്തകളാണ് ശരിക്കും പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ.
ഇത്രയും തന്നെ ബാന്ദ്രയുടെ കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോഴും ഈ പിന്നെ ടാബുല രാസ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഞാൻ വളരെ ഇൻട്രസ്റ്റോടു കൂടിയാണ് ഞാൻ പഠിച്ചത്. എനിക്ക് ഭയങ്കര ആങ്ഷ്യസ് ആണ് ഈ പഠിക്കുന്നതെല്ലാം. പക്ഷെ ഇപ്പം സാറ് പറഞ്ഞപ്പം തന്നെ അതിനകത്ത് ഒരുപാട് എന്താ പറയാ, ഒരുപാട് താല്പര്യവും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എല്ലാം ദൈവാനുഗ്രഹം. ഇങ്ങനെയൊക്കെ ഒരു ഇതിനകത്ത് പങ്കെടുക്കാനുള്ള ഒരു ഇതും ഒക്കെയും ദൈവാനുഗ്രഹമാണെല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിനും മാമിനും ഒരുപാട് നന്ദി. ഈ പറയപ്പെട്ട ബാക്കിയുള്ള കുട്ടികളെയൊക്കെ കുറച്ചുകൂടെ ഏജ്ഡ് ആണ് ഞാൻ. ഇപ്പൊ എനിക്ക് പണ്ടേ ഒരു അംബീഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ സൈക്കോളജി പഠിക്കണമെന്ന്. പക്ഷെ പണ്ടേ എനിക്കത് നടന്നില്ല. ഇപ്പം കുറെ ഏജ്ഡ് ആയപ്പോ എൻ്റെ കുട്ടികളൊക്കെ എല്ലാവരും ഗ്രാജുവേഷനൊക്കെ കഴിയാറായി. അപ്പോഴത്തേക്കാണ് ഇത് ചെയ്യണമെന്ന് വളരെ ആഗ്രഹം തോന്നിയിട്ട് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പം കറണ്ട് അഫയേഴ്സും എല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാവരും ഒരുപക്ഷെ ഇതൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ്. ഒരു പേരന്റ് ആവുന്നതിന് മുന്നേ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്നുകിൽ 10ാം ക്ലാസ്സിന് മുന്നേ ഒക്കെ തന്നെ കുറേയൊക്കെ നോളജ് നമ്മൾ അറിയേണ്ടതായിരുന്നു പണ്ടേ തന്നെ. എന്തായാലും ഒരുപാട് നന്ദി സാറിനും. ഓക്കെ. ശബന മാഡം അല്ലേ? ശബന മാഡം, ഇതില് പഠനത്തിന് നമുക്ക് അങ്ങനെ ഒരു പ്രായമൊന്നുമില്ല. ശരിക്കും മനഃശാസ്ത്രത്തിന്റെ പഠനത്തിൽ ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിരിക്കുന്നത്, നമ്മൾ പഠനം എപ്പോഴാണ് ആരംഭിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വോംബിലാണ്, എന്നുവെച്ചാൽ ഗർഭപാത്രത്തിൽ വെച്ചിട്ടാണ്. എപ്പോഴാണ് അവസാനിക്കുകയെന്ന് വെച്ചാൽ ടോംബിൽ, വോം ടു ടോം, ഗർഭാശയത്തിൽ നിന്ന് ആരംഭിച്ച് അവസാനം നമ്മുടെ ശവകുടീരത്തിൽ അവസാനിക്കുകയാണ്. പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ. ശവകുടീരം പോലും പഠിപ്പിച്ച ഒരാളുണ്ടായിരുന്നു, അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹം പറഞ്ഞു, എന്നെ ചികിത്സിച്ച ബിഷഗുരന്മാർ, ഡോക്ടർമാർ വേണം എൻ്റെ ശവശരീരം ചുമക്കാൻ. ഓർഡറായിരുന്നു മരിക്കുന്നതിന് മുമ്പ്. മാത്രമല്ല കല്ലറയുടെ 2 ഭാഗത്തും കൈ 2 ഇങ്ങനെ പുറത്തേക്ക് വെച്ചിട്ട് മലർത്തി വെച്ചിരിക്കണം, എംപ്റ്റി ഹാൻഡ് ആയിരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം രോഗം വന്ന എന്നെ രോഗചികിത്സയിലൂടെ ആയുസ് നീട്ടിക്കിട്ടാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അവസാനം അത് സാധിച്ചില്ല എന്നുള്ളത് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങളുടെ കടമയായതുകൊണ്ടാണ് എൻ്റെ ശവശരീരം ഡോക്ടർമാർ ചുമക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട്. ശരിയല്ലേ? ഡോക്ടർമാർ വിചാരിച്ചിട്ട് രാജാവിന്റെ യോദ്ധാവിന്റെ ജീവിതം നിലനിർത്താൻ പറ്റിയോ? ഇല്ല. മരുന്നുകൊണ്ട് ചിലതൊക്കെ കുറച്ചു കാലം നീട്ടി വെക്കാനൊക്കെ സാധിക്കും, പക്ഷെ ദീർഘകാലത്തേക്ക് അതൊന്നും ശാശ്വതമല്ല എന്നൊരു സംഗതി ലോകത്തോട് പറയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നിരിക്കാം. എല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടി, കാരണം രാജാവായിട്ടുള്ള അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛാ അല്ലെങ്കിൽ പിതാവേ എനിക്ക് എന്താണ് ആഗ്രഹം എന്ന് പിതാവ് മകനോട് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞതാണ്, എല്ലാം വെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെട്ടിപ്പിടിക്കാൻ വേറെ ലോകമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുറച്ചെങ്കിലും ഭാഗം എനിക്ക് വേണ്ടി വെട്ടിപ്പിടിക്കാൻ ബാക്കി വെച്ചേക്കണേ എന്ന മകന്റെ ആഗ്രഹം തീർക്കാനാണ് അയാൾ ലോകത്തില് അങ്ങനെ വലിയ യുദ്ധങ്ങൾ നടത്തിയത്. പക്ഷെ ഇങ്ങനെ വെട്ടിപ്പിടിക്കാൻ പോയ ഞാൻ അവസാനം വെട്ടിപ്പിടിച്ചതൊന്നും കൊണ്ടുപോകാതെ എംപ്റ്റി ഹാൻഡായിട്ടാണ് പോകുക എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴാണ് ഞാനത് എഡ്യൂക്കേഷൻ, അതാണ് എഡ്യൂക്കറേ എന്ന വാക്കിന്റെ അർത്ഥം, പകർന്നു കിട്ടി, അനുഭവത്തിലൂടെ പകർന്നു കിട്ടിയത് ലോകത്തെ മനസ്സിലാക്കിക്കണം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സ് തന്നെ ആരംഭിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്നാണ്, അവസാനം വരെയും പഠിക്കാം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യത്തെ നിഘണ്ടു എഴുതിയത് മലയാളത്തിലെ പണ്ഡിതന്മാരല്ല, ഹെർമൻ ഗുണ്ടർട്ടാണ്. ഗുണ്ടർട്ട് നിഘണ്ടുവാണ് ഭാരതത്തിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യമായിട്ടുണ്ടായത്. അയാളൊരു ജസ്യൂട്ട് പാതിരിയായിരുന്നു, ഭാഷ പോലും മലയാളികളല്ല. ഇവിടുത്തെ മതബോധനവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വരികയും അങ്ങനെ മലയാളം പഠിച്ചൊരു നിഘണ്ടു ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് അയാൾ മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ നിഘണ്ടു ആ പാതിരി അവസാനം പറഞ്ഞതെന്താ അറിയോ? ഹെർമൻ ഗുണ്ടർട്ട്, ഞാൻ 20 ഭാഷയോളം പഠിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് അധികം പഠിക്കാനൊന്നും ഇനിയൊന്നുമില്ല, ഞാൻ മരിക്കാനാണ് പോണേന്ന് തോന്നുന്നു. പക്ഷെ സമീപവാസികളോട് പറഞ്ഞു, ഈ ഒരു 2 മിനിറ്റിനുള്ളിൽ പുതിയൊരു വാക്ക്, പുതിയൊരു വാചകം, പുതിയൊരു ഭാഷയിലേക്ക് എത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് നമ്മെ വിട്ടു പറഞ്ഞ് പോയ ഒരു നിഘണ്ടുകാരനാണ് ഹെർമൻ ഗുണ്ടർട്ട്. അപ്പോ
നമ്മുടെ അവസാന ശ്വാസം വരെയും പഠിക്കാനുള്ള ആ ഒരു മോട്ടിവേഷൻ അതിൽ നിന്ന് കിട്ടും. പ്രായം പ്രശ്നമല്ല. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അറിയാനാണ് പഠിക്കുന്നത്. ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ എനിക്ക് എഞ്ചിനീയറിംഗ് വിഭാഗം മെഷീൻ ടൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ITI ചാലക്കുടിയിൽ മെഷീനിസ്റ്റ് മുതൽ IIT ഡൽഹിയിൽ വരെ പോയി ട്രെയിനിങ് പഠിക്കാനും യന്ത്രങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, അതായിരുന്നു എൻ്റെ ജീവിത ഉപാധി. സെൻട്രൽ ഗവൺമെന്റിന്റെ 2 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എനിക്ക് സെർവ് ചെയ്യാൻ സാധിച്ചു. ഒന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. അവിടെ കഴിഞ്ഞ് റിസൈൻ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തോട് കുറച്ച് സ്നേഹം കൂടിയതുകൊണ്ട് ട്രാൻസ്ഫർ ഒക്കെ വരുന്ന പേടിച്ചിട്ടാണ് അതിൽ നിന്ന് മാറി ആലപ്പുഴയിലുള്ള സെൻട്രൽ ഫയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇരിക്കുകയും അവിടുന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള കൊച്ചു കൊച്ചു യന്ത്രങ്ങൾക്ക് APJ അബ്ദുൽ കലാം അടക്കം വരുന്ന ആൾക്കാർ പങ്കെടുത്ത വേദിയിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അവാർഡ് 2004 കരസ്ഥമാക്കാനും 2010 ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു യന്ത്രത്തിന് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 2ാമത്തെ അവാർഡും പ്ലസ് എനിക്ക് ലോകത്തെ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ വിപോ ഗോൾഡ് മെഡൽ നേടാനായിട്ടുള്ള ടീമിൽ പെടാനും ദക്ഷിണേന്ത്യയിൽ ഇന്ന് വരെ വിപോ ഗോൾഡ് മെഡലോ 3 ലക്ഷം രൂപയുടെ സംഭാവനോ സർട്ടിഫിക്കറ്റ് ജനറൽ ഗുറേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് അത് തരാൻ വേണ്ടി മൊസാംബിക്കിലെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ബോംബെയിൽ വന്നിട്ടുള്ളത് ഞാൻ ആലോചിക്കും. അപ്പോ എൻ്റെ യഥാർത്ഥത്തിലുള്ള പഠന മേഖല എഞ്ചിനീയറിംഗും യന്ത്രനിർമ്മാണവും മെഷീൻ ടൂൾസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കൂടി അത് വിട്ടിട്ടാണ് ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ലീവ് എടുത്ത് ഈ MSc സൈക്കോളജി പോലെയുള്ളതൊക്കെ ചെയ്യാൻ സാധിച്ചത്. അപ്പൊ അറിയുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം. ജോലി എന്നുള്ളത് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വീട്ടമ്മയായാലും ആർക്ക് വേണമെങ്കിലും പഠിക്കാനായിട്ട് സാധിക്കണം, അറിയാനായിട്ട് സാധിക്കണം. പക്ഷെ ഓർക്കുക, എല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അവിൽ വിളയിച്ചത് ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒരുമിച്ചൊരു കിണ്ണം നിറച്ച് അവിൽ ഉണ്ടെങ്കിൽ അത് മുഴുവൻ വാരി തിന്നാൻ നമുക്ക് പറ്റില്ല. ഒരു സ്പൂണിൽ കുറച്ചെടുത്തിട്ട് അത് ചവച്ചരച്ച് തിന്നും. പഠിക്കുന്ന സമയത്ത് 3 തരം സിസ്റ്റം ഉണ്ട്. ഒന്ന് വിഴുങ്ങുക. ഒന്നും മനസ്സിലായില്ല പക്ഷെ പരീക്ഷയ്ക്ക് ജയിക്കണം, അപ്പൊ വിഴുങ്ങും നമ്മൾ. എന്നിട്ട് ആ നോട്ടോ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് ജയിക്കുക, സർട്ടിഫിക്കറ്റ് നേടും. വിഴുങ്ങും. വേറെ ചില കുട്ടികൾക്ക് എനിക്ക് A+ കിട്ടണം, അല്ലാണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ചവച്ചിറക്കും. ചവച്ചിറക്കുന്നതാണ് നമ്മൾക്ക് കിട്ടുന്ന കുട്ടികൾ. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് പരീക്ഷ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫസ്റ്റ് റാങ്കുകാരോട് 2-3 വർഷം കഴിഞ്ഞിട്ട് ആ ചാപ്റ്ററിനെ കുറിച്ച് ചോദിച്ചാൽ അവരൊന്നും പറയില്ല. അവരപ്പോ തന്നെ ചവച്ചിറക്കി കടികളൊന്നും. മറ്റവൻ വിഴുങ്ങി ജയിച്ചിട്ടുമില്ല. ഇയാൾ കുറച്ച് ജയിച്ചു, കാരണം അതിന്റെ റിസൾട്ടാണ് A+ലൂടെ ഇമ്മന്റെ മാർക്കിൽ കിട്ടുക. പക്ഷെ ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് അതേ സാധനം തന്നെ ചോദിച്ചാൽ A+ പോയിട്ട് ഒരു D കിട്ടാനുള്ള ഉത്തരവൊന്നും ആ കുട്ടിയിരുന്ന് കിട്ടില്ല. കാരണം അയാൾക്ക് നിത്യജീവിതത്തിൽ വ്യാവഹാരികമായിട്ട് ആ ഡേ ടു ഡേ എക്സ്പീരിയൻസിൽ അതിന്റെ ആവശ്യമില്ല. മറിച്ച് അയവർക്ക്, ചില ആൾക്കാർ അയവർക്ക്. നമ്മൾ മൃഗങ്ങൾ കണ്ടിട്ടില്ലേ, കറവറാണനെ പുല്ലൊക്കെ വാങ്ങിയിട്ട് പിന്നെ എവിടെയെങ്കിലും തണലിൽ കിടന്ന് പതുക്കെ അയവറക്കി വീണ്ടും ദഹിപ്പിച്ച് അതിനെ ശരീരത്തോട് ചേർക്കും. അയവറക്കുന്നതാണ് നമ്മളൊക്കെ, ഞാനൊക്കെ ചെയ്തിട്ടിരിക്കും. ഞാൻ എത്രയോ കൊല്ലം മുമ്പ് MSc സൈക്കോളജി കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഡേ ടു ഡേ ലൈഫിൽ വേറെ എന്തെല്ലാം പണികളുണ്ട്. പക്ഷേ ഞാനത് ചവച്ചിറക്കല്ല ചെയ്തത്, വിഴുങ്ങുകയുമല്ല ചെയ്തത്. ഞാനത് അയവറക്കുക. വീണ്ടും 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 നമ്മളിങ്ങനെ സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുവന്ന് നിരന്തരമായ ഇത്തരം ചർച്ചകളിലൂടെ അപ്പോൾ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങളൊക്കെ ചെയ്താൽ അതിനെയാണ് അറിവ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ദാറ്റ് ഈസ് കാൾഡ് ഇൻഫോർമേഷൻ ട്രാൻസ്ഫോംസ് ടു ദ വിസ്ഡം. അത് എക്സ്പീരിയൻസുമായിട്ട് കൂടി ചേരുന്നതാണ്. സൈക്കിൾ ഔട്ട് ടെക്സ്റ്റ് എഴുതി ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സൈക്കിൾ കൊടുക്കുക. അയാൾ ആകെ പോസ്റ്റലിലാണ് പഠിച്ചിരിക്കുന്നത്. കാലെടുത്ത് വെക്കുക, കൈ പിടിക്കുക, നേരെ നോക്കുക, പെഡൽ ചവിട്ടുക, മുന്നോട്ട് നീങ്ങുക, വീഴുക, കാലൊടിയുക, ഇതൊക്കെ ആയിരിക്കും നടക്കുക. പക്ഷെ നമ്മളത് തിയറിറ്റിക്കലി ചിലപ്പോൾ ഫസ്റ്റ് റാങ്ക് ഉണ്ടാവും. പ്രാക്ടിക്കലായിട്ട് സൈക്കിൾ ഔട്ട് പഠിക്കുമ്പോഴോ ബാലൻസിങ് എന്നൊരു സെൻസ്, മസിൽ വേണം, മൈൻഡ് വേണം, ഐ വിഷൻ വേണം. എല്ലാ സാഹചര്യം നോക്കി 2 ചക്രമുള്ള സാധനത്തെ പെഡലോണ്ട് ചവിട്ടി ഹാൻഡിലൊക്കെ കറക്റ്റ് ആക്കി ഒരു സിസ്റ്റം സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഓർമ്മയിൽ നിൽക്കും. പക്ഷെ ഒരു 20 വർഷം സൈക്കിൾ ചവിട്ടാൻ ഇല്ലാത്തവൻ അതേ സൈക്കിൾ തന്നെ ചവിട്ടുമ്പോൾ ഒരുപക്ഷെ അത് കിട്ടില്ല. അവിടെ മെമ്മറി ഉണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ. അപ്പോൾ പ്രാക്ടിക്കൽ മെമ്മറി കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ പഠനം എന്നും നമ്മുടെ ആ മെമ്മറിയിൽ ഏറ്റവും സജീവമായിട്ട് നിൽക്കും. അപ്പൊ നിരന്തരം നിങ്ങൾ പഠിക്കുന്ന കാര്യം
നിങ്ങൾ സ്വയം ചോദിക്കുക. ഉത്തരം എഴുതുന്നതിന് മുമ്പ് നമ്മുടേതായ ഒരു ചോദ്യം ഉണ്ടാവണം. ചോദ്യത്തിന് ഉത്തരം കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നോട്ട്സ് പഠിക്കണം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല് റോബിൻസൺ എന്ന് പറഞ്ഞ ആളാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ വളരെയധികം ഗുണം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹമാണ് ഈ RRR റീഡ്, റീകോൾ, റിസൈറ്റ്, റീപ്രൊഡ്യൂസ് എന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. ആ മെത്തഡോളജി അല്ലെങ്കിൽ SQ3R മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതായത് സർവേ, ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഉത്തരം കണ്ടെത്താൻ വേണ്ടി വായന, റീഡ്, ദെൻ റിസൈറ്റ് ഓർ റീകോൾ, റീപ്രൊഡ്യൂസ്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്താൽ സ്റ്റഡി സ്കില്ലിൽ വളരെ ഗുണം ചെയ്യും. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പോ സെഷന്റെ റിവ്യൂസ് അതിപ്പോ ഇലാബറേറ്റഡ് ആയി പോയി, അല്ലെങ്കിൽ ഇത്ര പോരാ, അല്ലെങ്കിൽ ഇത്ര വേണ്ടായിരുന്നു, എന്തായാലും നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, അഫാസ് വെൽനസ് അല്ലെങ്കിൽ സൈക്കോസ്റ്റേന്ന് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും റിവ്യൂസ് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുക. ഇതിന്റെ റെക്കോർഡിങ്സ് ഞാൻ ആപ്പിലേക്ക് ഇട്ട് തരാം. അപ്പോ ഇനിയിപ്പോ ആരെങ്കിലും കേൾക്കാത്തുണ്ട് അല്ലെങ്കിൽ അവർക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പോ ഞാൻ ആപ്പിലേക്ക് റെക്കോർഡിങ്സ് ഇട്ട് തരാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നല്ലത് മാത്രം വേണ്ടല്ലോ, ക്രിറ്റിക്കലി അനലൈസ്. അല്ലാണ്ട് നന്നായിരുന്നു എന്ന് ആർക്ക് വേണമെങ്കിലും പറയാം. സാർ ഇന്നൊരു പ്രശ്നമുണ്ട്, ഇന്ന രീതിയിൽ അത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായി എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ നന്നാവുക. അല്ലെങ്കിൽ ഞാൻ ചെയ്യണതൊക്കെ ശരിയെന്ന് ധരിച്ച് അബദ്ധത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. മറിച്ച് എന്നെ നല്ല രീതിയിൽ ഒരു നല്ലൊരു ക്ലാസ് എടുക്കുന്ന ഒരാളായിട്ട് തീർക്കുന്നതിൽ വലിയൊരു ഉത്തരവാദിത്തം എൻ്റെ കേൾവിക്കാർക്ക് ഉണ്ടാവും. കാരണം അവരാണ് എൻ്റെ പിഴകൾ തീർത്ത് തന്ന് നല്ലൊരു ആളായിട്ട് മാറ്റാനുള്ള പ്രചോദനം. അപ്പൊ നല്ലത് എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ടാവും. ഇങ്ങനെ ആകാമായിരുന്നു എന്ന് പറഞ്ഞ് ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം എന്നെ പോലുള്ള ആൾക്കുണ്ടാവും. എന്ന് പറയട്ടെ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അല്ല, സാറിന്റെ ക്ലാസ് നല്ലതായിരുന്നു. ഞാനും ഈ പറഞ്ഞ പോലെ കുറച്ച് ഏജ്ഡായിട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് പണ്ടേ മനസ്സിനെ പറ്റി അറിയാനും ഇപ്പൊ തോന്നുന്നു നേരത്തെ പഠിക്കണമായിരുന്നു. കുട്ടികളൊക്കെ വളരുന്നതിന് മുമ്പേ കുറെ കാര്യങ്ങൾ തിരുത്താനും നമ്മളെ മനസ്സിലാക്കാനും നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ യോഗയൊക്കെ ചെയ്യുന്ന ആളാണ്, അപ്പൊ കുറച്ചും കൂടി ഇൻഫർമേറ്റീവ് ആയി. സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. സർ, യോഗ ബേസ്ഡ് ആയിട്ട് ഒരാൾ സെൽഫ് ഡെവലപ്മെന്റ് ചെയ്യാൻ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ട്രിക്ക് പറഞ്ഞു തരാമോ? മീൻസ് ട്രിക്ക് എന്നല്ല, എന്താണത് സെൽഫ് ഡെവലപ്മെന്റിന് യോഗയിൽ ഏറ്റവും ബേസ് ആയിട്ട് എല്ലാ സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു വഴി? അതിപ്പോ പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴോ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ടെക്നിക്ക്. ഏറ്റവും സിമ്പിൾ ടെക്നിക്ക് എന്ത് കേട്ടാലും 10 ശ്വാസം വലിച്ചിട്ടേ പ്രതികരിക്കുള്ളൂ തീരുമാനിക്കുക. 10 ഡീപ്പ് ബ്രീത്ത് എടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവും. 2 എന്ത് പറയണമെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കും. സെൽഫ് കൺട്രോൾ നമുക്ക് വരും. എന്നിട്ട് പതുക്കെ ഒരു പുഞ്ചിരിയാൻ കൊടുക്കുക. അത് നമുക്ക് വേണ്ടിയിട്ടാണ്, മറ്റുള്ള ആൾക്കാരല്ല. ദേഷ്യം വന്ന് തല്ലുകൂടാൻ നിൽക്കുന്ന ഒരാളുടെ മുന്നിൽ നമ്മൾ പുഞ്ചിരിച്ചാൽ അടി ഒരെണ്ണം ഉറപ്പാണ്. അങ്ങനെ പുഞ്ചിരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ ആ വക്കീൽ കുട്ടിയിട്ടുള്ള ഒരാള് തിരുവനന്തപുരത്തടുത്ത് ഒരു സീനിയർ വക്കീല് ഒറ്റ അടിയടിച്ച് മുഖം മുഴുവനും വീർത്ത് ഗംഭീരമായിട്ടിരിക്കാനുണ്ടായ കാരണം അനവസരത്തിൽ അവിടെ ഒരു ചോദ്യം ചോദിച്ചു. അയാളുടെ ഈഗോ കയറി വന്നു. അയാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സാർ എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു. അതിനിടയ്ക്ക് അവർ പുഞ്ചിരിച്ചിട്ടുണ്ടാവും. അപ്പൊ ആവശ്യമില്ലാത്തടത്ത് പുഞ്ചിരിയല്ല, അല്ലാത്തടത്ത് നമ്മളൊരു മന്ദഹാസത്തോടുകൂടി അതിനെ വീക്ഷിക്കാനിരിക്കുകയും മിണ്ടില്ലാന്ന് തീരുമാനിക്കുകയും. ഇപ്പൊ ഇന്ന് നമ്മളുടെ ഒരു സീരിയലിൽ ഉണ്ടല്ലോ, ഒരു സച്ചിൻ, ചെമ്പനീർ പൂവിലെ സച്ചിൻ, ഭാര്യ നുള്ളിയിട്ട് പോലും ഭാര്യ അവിടെ ഒരു ഫംഗ്ഷൻ വരുമ്പോ ഈ സച്ചിനെ സച്ചിൻ വഴക്കുണ്ടാക്കിയാൽ കുടുംബം കലക്കാമെന്ന് വിചാരിക്കുന്ന ഒരു മഹിമ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, കുറച്ച് പണമുണ്ട്. ആ സച്ചിനെ വെച്ചുകൊണ്ട് ഇല്ലാത്തൊരച്ഛനെ മലേഷ്യയിൽ നിന്ന് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അതേ വീട്ടിൽ തന്നെ ശ്രുതി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഈ സച്ചിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും. സച്ചിന്റെ ഭാര്യ രേവതി പറയുന്നു,
ചേട്ടാ ഇന്ന് നിങ്ങൾ കാർ ഓഫ് ചെയ്തില്ലേ, അവിടെ മൈതാനത്ത് കൊണ്ടിട്ട് ഇനി നമ്മൾ പോകുമ്പോഴല്ലേ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇത് ഷട്ട് ഡൗൺ ചെയ്യുക, ഓഫ് ചെയ്യുക, പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്താൽ മതി. വർത്താനം പറയലുണ്ട്. ഇനി വർത്താനം പറഞ്ഞ് പ്രകോപിപ്പിച്ച് ചേട്ടനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് സച്ചേട്ടനെ ഭാര്യ ഉപദേശിക്കുന്നു. സച്ചി അത് കണ്ട് എന്ത് പറ്റി, അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇത്തിരി തമാശ രൂപത്തിൽ മിണ്ടണില്ല. എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് ഭാര്യ പറയുമ്പോഴേ അയാൾ ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡേ ടു ഡേ നമ്മൾ ശ്രദ്ധിക്കണം, അതിൽ മനഃശാസ്ത്രം ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇയാളെ ഏത് വിധയും പ്രകോപിപ്പിക്കാനായിട്ട്, ഇയാളെ പ്രകോപിപ്പിക്കാൻ അച്ഛനെ എന്തെങ്കിലും പ്രകോപിപ്പിച്ചാൽ ആരെങ്കിലും മതി, അച്ഛൻ ഇടപെട്ടാൽ ഇയാൾ വീണ്ടും വരുന്ന ഒരു രീതിയിൽ വന്നു. അപ്പൊ ഇയാൾ ശരിക്കും നല്ല പോലെ ഇത് തയ്യാറെടുത്തിരിക്കുകയാണ്, ഈ ശ്വാസം വലിച്ചുകൊണ്ട് അടുത്തിരുന്നാൽ മതി. അപ്പൊ അയാൾക്ക് മനസ്സിലാവും, ഞാൻ പറയേണ്ടതല്ലാത്തത് പറയില്ല, ചെയ്യേണ്ടത് ചെയ്യില്ല, സ്ഥലത്തുനിന്ന് ഞാൻ മാറിയിരിക്കുന്നു. ഇങ്ങനെ ഒരു അവോയ്ഡൻസ് ഉണ്ടായാൽ തന്നെ കുറെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കാരണന്മാര് പറഞ്ഞൊരു മനഃശാസ്ത്ര കൗൺസിലിംഗ് ഉണ്ട്, 2 കൈയും കൊട്ടിയാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കൊട്ടിയാൽ ഒരിക്കലും ശബ്ദം ഉണ്ടാവുന്നില്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ, ഓഫീസുകളിൽ പലപ്പോഴും ഒന്ന് താഴ്ന്നു കൊടുക്കുന്നത് വിജയത്തിന്റെ മുന്നോടിയാണ് എന്ന് പറയുന്ന ഒരു ശീലം ഉണ്ടായിട്ടില്ല. ഞാൻ എന്തിനു താഴണം, അവനാരാ? ഈ ഒരു തരം പ്രത്യേക മനോസ്ഥിതിയിലാണ് പലതും നടക്കുന്നത്. വിട്ടുകളയൂ എന്ന് പറയുമ്പോൾ വിടാതെ പിടിക്കാനുള്ള ഒരു പിടിവള്ളിക്കാണ് ഈ ആദ്യത്തെ വിട്ടുകളയൽ. പൂർവാധികം അയാളെ ഡൊമിനേറ്റ് ചെയ്യാൻ നമ്മളൊന്ന് ക്ഷമിക്കൂ എന്ന ക്ഷമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് വശമാണ് പലതും ഒഴിവാക്കാൻ സാധിക്കും. എന്ന് വെച്ചിട്ട് അടിമയാവണം എന്നുള്ള അർത്ഥത്തിലല്ല, അവരെ കൺകർ ചെയ്യാൻ, അവരെ മേധാവിത്വത്തോടുകൂടി നമുക്ക് നയിക്കാൻ, ഒരു ഡ്രൈവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന വിധത്തിലാണ്. പണ്ട് ഇതുവരെ കുതിര നമ്മുടെ അടുത്ത് ഓടി വന്ന് എന്നെ എങ്ങനെയെങ്കിലും നിങ്ങൾ എൻ്റെ പുറത്ത് കയറൂ എന്ന് പറഞ്ഞിട്ടൊന്നല്ല ഈ കുതിര പുറത്തുണ്ടായത്. കാട്ടിൽ ജീവിച്ചിരുന്ന ജീവിയെ എങ്ങനെയോ മയക്കി ഒരുത്തനൊന്ന് മോളിൽ കയറി ഇരുന്നതിന് ശേഷം ഇന്ന് വരെ കുതിര രക്ഷപ്പെട്ടില്ല, കാരണം അതിൻ്റെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് റൈഡ് ചെയ്യാൻ ആദ്യം അതിനെ ഇണക്കുക എന്ന് പറഞ്ഞൊരു ശീലമുള്ളതുപോലെ നാം സ്വയം സാഹചര്യങ്ങൾ അനുസരിച്ച് ഇണങ്ങി ചെയ്യാൻ, പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ബോഡി ലാംഗ്വേജ് കൊണ്ടോ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ടോ കണ്ണിന്റെ നോട്ടം കൊണ്ടോ ഒക്കെ നമുക്ക് പലതും ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നീ പോരുന്നുണ്ടോ, നീ പോരുന്നോ, നീ വരുന്നില്ലേ, മലയാളത്തിൽ അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ ഈ മൂന്ന് തരത്തിലുള്ള ടോണാണ്. അത് റിസീവർ, ഒരു കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ സംഗതി സെൻഡർ, അതുപോലെ ഒരു ഐഡിയ, അത് റിസീവർ, റിസെപ്റ്റിംഗ് സിസ്റ്റം. അത് കേൾക്കുന്നത് നീ പോരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവിടെ ആ പോരുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ വേഗം ഒരുങ്ങൂ എന്നൊരു ധ്വനിയുണ്ട്, എന്നാൽ സമയമായി എന്നുള്ളൊരു ഇൻഫോർമേഷനും അവിടെ ഉണ്ട്. അസഹ്യനാണെന്നും വന്നു, അവിടെ വഴക്കുണ്ടാവുന്നു. നീ പോരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പോകും എന്നൊരു ആക്ഷൻ, അവിടെ അടുത്ത ആക്ഷൻ നടക്കാൻ പോകണു എന്നുള്ളൊരു ധ്വനി ഉണ്ടാവും. എന്നാൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ല് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നില്ലേ? മലയാളം തന്നെയാണല്ലോ രണ്ടും. പോരുന്നുണ്ടോ, നീ പോരുന്നോ എന്ന് വെച്ചാൽ നീ പോന്നിട്ടില്ലെങ്കിൽ ഞാനിപ്പോ പോകും, നിന്നെ കൊണ്ടുപോകാനും ഉദ്ദേശിക്കുന്നില്ല നേരെ വൈകിയാൽ എന്ന സംഗതി വരും. അപ്പൊ വാക്കുകൾ ഒരു ശബ്ദത്തിന്റെ ടോണിൽ അല്ലെങ്കിൽ ആ പറയുന്ന മോഡുലേഷനിൽ വരുന്ന വ്യത്യാസം പോലും അത് റിസീവ് ചെയ്യുന്ന ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ബഹിസ്ഫുരണം. അവരും അതേ ടെമ്പറിൽ തന്നെ നിൽക്കാന്ന് വിചാരിക്കുക, അതേ സ്ട്രോങ് ശരി കാണിച്ചത് എന്നാൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലും എന്നുള്ളതാണ്. മനുഷ്യനൊന്നും ഒരുങ്ങാനിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, എന്നാൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. അപ്പൊ എന്തായി സ്ഥിതി? അവിടെ ഒരു ക്ലാഷായി, കൺഫ്ലിക്റ്റ് വന്നു, അവിടെ ഒരു പ്രശ്നം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു വാക്കുകൾ കൊണ്ട്. ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു, തലേ ദിവസം തൊട്ട് പറഞ്ഞു തുടങ്ങി, വളരെ ഹാപ്പി മൂമെന്റ് ആണ്. ഒരുങ്ങി തീരില്ല എന്ന് വിചാരിക്കുക, എന്ത് ചെയ്യും? ഇനി ഒരുങ്ങി വന്നു, അപ്പോഴാണ് ഒരുത്തന് ആ സമയത്ത് പാസ് ചെയ്യാൻ, അതുവരെ ഉണ്ടാണ്ട് കൂട്ടിയിരുന്നതാണ് അവിടെ. ഇങ്ങനെ എത്ര സിറ്റുവേഷനിൽ എല്ലാം കൂടി പൊട്ടിത്തെറിച്ച് പോയോ എന്നൊക്കെ ചോദിച്ചാൽ അവിടെ എന്നാൽ ശരി പോയിട്ട് വരും, ആകെ ഒരു മിനിറ്റിലുള്ള 10-20 മിനിറ്റ് ആരെങ്കിലും യൂറിൻ പാസ് ചെയ്യും. ഇതെന്താ വാട്ടർ ടാങ്ക് എങ്ങാനോ? അല്ലല്ലോ എന്ന് മനസ്സിലാക്കാൻ എത്ര പേർക്ക് സാധിക്കും? ഇങ്ങനെ പലതുണ്ട്. അപ്പൊ പറയുന്ന വാക്ക്, പെരുമാറ്റങ്ങൾ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ചിലതൊക്കെ മിതത്വം പ്രാപിക്കേണ്ടി വരും, ചിലതൊക്കെ നമ്മളൊന്ന് കടുപ്പിക്കേണ്ടി വരും. കുട്ടികളുടെ പോക്കറ്റടിച്ച് വന്നിട്ടുള്ള ഒരാളുടെ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, എൻ്റെ പൊന്ന് സഹോദരൻ,
നീ എന്തിനാണ് അന്യന്റെ പോക്കറ്റ് അടിച്ചതെന്ന് ചോദിച്ചാൽ എന്താണ് ഒരു സ്മാർട്ട് ബിജു ഏതൊരു സിനിമ ഉണ്ടല്ലോ, ഏതോ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ആക്ഷൻ ഹീറോ ബിജു ചോദിച്ച പോലെ ആയിത്തീരും. അത് വേണ്ട. ചിലതൊക്കെ ചില കർക്കശ സ്വഭാവത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ചിലതൊക്കെ മിതമായിട്ട് നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. അത് നമ്മളാണ് അതിനാണ് മെച്യൂരിറ്റി എന്ന്. അല്ലാണ്ട് എല്ലാവരും പറഞ്ഞ കേട്ട് അടിമയായി നിന്ന് നമ്മളെ ഒരാൾ കയറി പിടിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ നിന്ന് അല്ല, നോ പറയേണ്ടടുത്ത് നോ പറയണം. അസർട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സ്വഭാവമല്ലേ, അസർട്ടീവ് ആക്കുക. നോ, ഒരു ഉദ്യോഗസ്ഥൻ പറയാണ് ഇന്ന് നേരത്തെ പോകണ്ട, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാം. ഓഫീസിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോയിട്ട് ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവ വിശേഷമുള്ള ഒരു ഓഫീസർ വളരെ വിധേയത്വത്തോടുകൂടി തോളത്തൊക്കെ കഴിയിട്ട് ഇന്ന് നമുക്ക് മസാല ദോശയൊക്കെ കഴിച്ച് ഒരു കേക്കൊക്കെ മുറിച്ച് തന്നെ പോവാം, നമുക്ക് പാദയാത്രയായാലും കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ കൊണ്ടുവിട്ടേക്കാം. നോ പറയേണ്ടടുത്ത് നോ പറയണ്ടേ? അവിടെ നമ്മൾ പറയോ ഇയാൾ എനിക്ക് പ്രൊമോഷൻ തരേണ്ടതാണ്, ഇയാളാണ് എനിക്ക് ഇൻക്രിമെന്റ് തരിക, നാളെ ജോലി തരേണ്ടത് ഇയാളാണെന്ന് കണക്കാക്കി നമ്മൾ നമ്മളെ തന്നെ മറന്ന് നമ്മുടെ ചാരിത്രം വരയ്ക്കും പണയം വെച്ചിട്ട് കാട്ടിക്കളയേണ്ട വല്ല കാര്യമുണ്ടോ? നോ പറയേണ്ടടുത്ത് നോ പറയണം. പിന്നെ മുട്ടക്കച്ചവടം നടത്തിയോ ഓമലറ്റ് ഉണ്ടാക്കിയോ ഭിക്ഷ തന്റെ ജീവിച്ചാലും അഭിമാനത്തിന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കേണ്ടി വരും. മറിച്ച് പറയണം, സാറേ അത് ശരിയാവില്ല, എന്റെ ഭർത്താവ് മുകളിൽ അവിടെ അപ്പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യും, ഇന്ന് കേക്ക് മുറിക്കില്ല, നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാള് പിറന്നാൾ വരുമ്പോ ഭർത്താവിന്റെ പിറന്നാൾ അടക്കമുണ്ട്, അന്ന് സാറ് കേക്കും കൊണ്ടുപോലെ നമുക്ക് എല്ലാവർക്കും കൂടി മുറിച്ച് അങ്ങോട്ട് തിന്നാം, ഇന്ന് അത് പറ്റില്ല എന്ന് നല്ല ഭാഷയിൽ പറഞ്ഞ് നോ പറയുന്ന എല്ലാ അസർട്ടീവ്നെസ്സും കാണിച്ചൂടെ? വിവാഹ വാഗ്ദാനം അങ്ങോട്ട് നൽകുമ്പോഴേക്കും ഏത് ലോഡ്ജിലേക്ക് വേണമെങ്കിലും വിളിച്ചു കെട്ടി കഴിഞ്ഞിട്ട് അവസാനം എല്ലാ കാര്യം കഴിഞ്ഞ് എന്നെ പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞ് 5-6 വർഷം കഴിഞ്ഞിട്ട് മീ ടു എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അന്നത് വേണ്ടാന്ന് വെക്കായിരുന്നില്ലേ? അപ്പൊ ഇതൊക്കെ വാക്കുകൊണ്ട് പെരുമാറ്റം കൊണ്ട് എല്ലാം നമ്മൾ അനുഭവങ്ങൾ കൊണ്ടൊക്കെ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത മറ്റൊരാൾ അനുഭവിക്കുന്ന വാർത്തകളും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇന്നലെ അതല്ലേ പറഞ്ഞേ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് നമ്മൾ എന്തിനാ പഠിക്കുന്നത്? അതിന്റെ അർത്ഥം ചിലതൊക്കെ കൊന്നാൽ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ ഒരുത്തനെ കൊന്നുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും കൊലപാതകങ്ങൾ IPC സെക്ഷൻ 302 വേണ്ടാന്ന് വെച്ചോ. പക്ഷെ അത് കാണുന്ന സമയത്ത് ഞാനിത് ചെയ്താൽ എൻ്റെ അനുഭവം ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ശിക്ഷാ സമ്പ്രദായങ്ങൾ അങ്ങനെയുള്ളത്. ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് തോന്നിയ പോലെ നമുക്ക് അരാജകത്വം ഉണ്ടാക്കിക്കൂടായിരുന്നു, നാർക്കിസം. അപ്പോ വാക്കുകൾ, പെരുമാറ്റങ്ങൾ, ദേഷ്യമൊക്കെ നിയന്ത്രിക്കാം. യോഗയെ സംബന്ധിച്ചിടത്തോളം ആവശ്യം നേരത്തെ അസർട്ടീവാനാവാനും നോ പറയേണ്ടടുത്ത് നോ പറയാനും അല്ലാത്ത സമയത്ത് ദീർഘശ്വാസം വലിച്ച് ശാന്തനാകാനും സാധിക്കും. താങ്ക് യു സർ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ ഡിസ്കഷനോ അങ്ങനെ എന്തെങ്കിലും? ഞാനിരിക്കും. അച്ഛനെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ 11:30 മണിക്ക് കിടക്കുന്നു. നിങ്ങൾക്കാണ് പ്രശ്നം, എന്നെ സംബന്ധിച്ചുള്ള പ്രശ്നം. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജഷൻസ് ഗ്രൂപ്പിൽ പറയാ. അതല്ല എനിക്ക് എന്റെ അടുത്ത് പേഴ്സണൽ ആയിട്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഷെയർ ചെയ്ത് തരാം. അതല്ലാതെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള എന്ത് കമന്റ്സ് ആയാലും നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. ഇനി ഇതിന്റെ എക്സ്റ്റൻഡഡ് വേർഷൻ ആയിട്ട് നമുക്കൊരു സെഷൻ കൂടെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അച്ഛൻ എപ്പോഴും അവൈലബിൾ അല്ലെങ്കിലും ഞാൻ പറഞ്ഞ എന്റെ അച്ഛൻ കേൾക്കും. അങ്ങനെയാണ്. സ്ഥലത്തിരിക്കുകയും എനിക്ക് ഒഴിവുള്ള സമയമൊക്കെ ആണെങ്കിൽ നോക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം. അപ്പൊ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കണം. നമ്മൾ കുറെ കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഏത് സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ്, സൈക്കോളജി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഏതാണോ നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സജഷൻസ് പറഞ്ഞാൽ മതി. നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇനി സെഷൻ വേണമെന്നുണ്ടെങ്കിൽ അഫ മാമിനെയും കൂടെ അറിയിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.